അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് കുതിരശക്തി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് സ്കില്ലും നല്ല കൂടുതലായിരിക്കും. നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. എന്നാൽ അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ദേഷ്യം തണുക്കുകയും ചെയ്യും. നല്ല ഡിറ്റർമിനേഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിയാൽ അതിൽ വിജയ സാധ്യത കൂടുതലാണ്. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ മനസ്സ് നെഗറ്റീവിലേക്ക് പോയതും കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാണ്ടേയിരിക്കും. നിങ്ങൾ ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഒരു ഡാർക്ക് റൊമാൻസ് ആണ് നിങ്ങൾക്ക് കൂടുതലും ഇഷ്ടാവുക. നിങ്ങൾ ഒരു പൊസസീവ് ആണ് എന്നുള്ള ഒരു തോന്നൽ മിക്കവർക്കും ഉണ്ടാവും. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ ടാർഗറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അതുപോലെ തൊഴിൽ കാരണം നിങ്ങൾക്ക് ഉറക്കം നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഈ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതും അതായിട്ട് കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നതും എല്ലാം കൂടുതലായിട്ടുണ്ടാവും. ഫാമിലിയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും നന്നായിട്ട് നിങ്ങൾക്ക് സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ശരിയാവുകയാണെങ്കിൽ തന്നെ ആദ്യം 15 ദിവസം കൊണ്ട് ശരിയാവേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഷോർട്ട് ടെമ്പേർഡ് കാരണം നിങ്ങൾക്ക് എന്തായാലും സെപ്റ്റംബറിൽ കൂടുതലും ശരിയാവാൻ സാധ്യത ഇല്ല. ട്രാവലിൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് അത് കുറെ കൂടിപ്പോയി. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരിക്കും. അതിലിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒക്ടോബർ മാസത്തിൽ അങ്ങനെയല്ല, അവസരങ്ങൾ എന്തായാലും കിട്ടും. പക്ഷെ എത്രത്തോളം നിങ്ങൾ അത് വിനിയോഗിക്കും എന്നത് നിങ്ങളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ സെപ്റ്റംബറിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോള് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് ഒക്ടോബറിലായിരിക്കും ഒരു വിളി വരിക. എന്തുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് ഇൻ്റർവ്യൂവിന് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സർട്ടിഫിക്കറ്റിൽ നുണ എഴുതിയിട്ട് നിങ്ങൾ ആ നുണയായിട്ട് പോവുകയാണെങ്കിൽ അതിലെന്തായാലും വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഒക്ടോബറിൽ സ്ലീപ്ലിനെസ് കുറച്ച് കമ്മിയായിരിക്കും. ഹയർ ഒഫീഷ്യലിൻ്റെ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് എന്തായാലും കിട്ടും. പക്ഷെ അത് നിങ്ങളുടെ വർക്കിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ടൈമിന് വരും പോവുകയും ചെയ്യാൻ പറ്റും. കുറച്ച് സമാധാനം എന്തായാലും ഉണ്ടാവും. ഒക്ടോബർ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെൻസ് കുറച്ച് ഉണ്ടാവും. ഉള്ള കടങ്ങളൊക്കെ ആദ്യം തന്നെ കൊടുത്തു തീർക്കുകയാണെങ്കിൽ ബാധ്യത എന്തായാലും പോവും. നിങ്ങൾക്ക് സമാധാനവും എന്തായാലും ഉണ്ടാവും. അതുപോലെ സെപ്റ്റംബറിൽ ട്രാവൽ എക്സ്പെൻസ് നന്നായിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഒക്ടോബർ ആകുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വെറുതെ പൈസ വരാനും സാധ്യത വളരെ കൂടുതലാണ്. ലോട്ടറി എന്തായാലും ഒക്ടോബറിൽ ഒഴിവാക്കണം. അശ്വതി നക്ഷത്രക്കാർക്ക് നവംബറിൽ നല്ല ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒക്ടോബറിൽ അധികം എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ഒക്ടോബറിൽ നിങ്ങൾ കടം വാങ്ങരുത്. അങ്ങനെ കടം വാങ്ങാണ്ടിരുന്ന നിങ്ങൾക്ക് ഒക്ടോബർ അവസാനമാകുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്തായാലും ഉണ്ടാവും. മാരേജ് ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഹെൽത്ത് നിങ്ങൾ നന്നായിട്ട് തന്നെ ഒക്ടോബറിൽ നോക്കേണ്ടി വരും. അതിലൊരു വിട്ടുവീഴ്ച ചെയ്യരുത്. കാരണം സെപ്റ്റംബറിൽ നിങ്ങൾ അടി കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും ഈ ഒരു കെയറിൽ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി ശരിയാവുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫ് പിന്നെ മുന്നോട്ട് നന്നായിട്ട് പോവുകയും ചെയ്യും. പ്രണയത്തിലാണെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരാം. നല്ലൊരു ക്ലോസ് ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പ്രപ്പോസൽ വരാൻ എന്തായാലും ഒക്ടോബറിൽ സാധ്യത വളരെ കുറവാണ്. അതിൽ നിരാശപ്പെടരുത്. അത് പിന്നീട് എന്തായാലും ഉണ്ടാവുന്നതാണ്. ഒക്ടോബറിൽ ഓഫീസ് പൊളിറ്റിക്സ് ചെറുതായിട്ടുണ്ടാവും, ജലസിയൊക്കെ. അത് കാര്യമാക്കണ്ട. അത് ഒരുപാട് പ്രശ്നമൊന്നും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക. അതുമാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ ഒക്ടോബറിൽ ഉള്ളൂ. ആരോഗ്യം എപ്പോഴും മെച്ചപ്പെടുത്തുക. ബിസിനസ് പരമായിട്ട് വേറെ എന്തെങ്കിലും റിലേഷൻ പ്രശ്നത്തിലോ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ വാക്കുകൾ കേൾക്കരുത്. അത് നിങ്ങൾക്ക് എന്തായാലും നഷ്ടം മാത്രമേ ഉണ്ടാക്കുള്ളൂ. പ്രത്യേകിച്ച് ബിസിനസ്സിലാണ് എക്കണോമിക്കൽ ലോസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒക്ടോബറിൽ ഹനുമാൻ സേവ ചെയ്യുക. ഹനുമാന്റെ അമ്പലത്തിൽ പോയിട്ട് തൊഴുകുന്നത് നിങ്ങൾക്ക് ആരോഗ്യം, ശക്തിയും സമാധാനവും എന്തായാലും കിട്ടുന്നതായിരിക്കും. ഫാമിലിയിൽ മൂത്തവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഒക്ടോബറിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ പൊതുവെ നല്ല ബോൾഡായിരിക്കും. പ്രാക്ടിക്കലായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ശരി ഏത് തെറ്റേതെന്നറിയാം. നിങ്ങൾ പക്ഷെ ഇമോഷണലി പെട്ടെന്ന് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടടക്കം നിങ്ങൾ ചിലപ്പോൾ ആ തെറ്റായ തീരുമാനം തന്നെ എടുക്കും. ആ ഇമോഷണലി പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് സാധാരണ ഉണ്ടാവാറുള്ളത്. നിങ്ങൾ കൂടുതലും തമാശക്കാരായിരിക്കും. നിങ്ങൾക്ക് നിറയെ ഫ്രണ്ട് സോൺ ഉണ്ടാവും. അതിൽ കുറച്ച് നേതാവായിട്ട് നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പാഷനേറ്റ് ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങളുടെ ഒരു ശക്തി തന്നെയാണ്. നിങ്ങൾ ഡിറ്റർമിനേഷൻ കൂടുതലായതും കൊണ്ടും മറ്റുള്ളവർ നിങ്ങളെ പൊസസീവ് ആണെന്ന് വിചാരിക്കും. നിങ്ങൾ ഓവർ ഇമോഷണൽ ആവുകയും ചെയ്യും. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക്
ജോലിയിൽ എന്തായാലും നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്ന കൺഫ്യൂഷൻ നന്നായിട്ട് നിങ്ങൾക്ക് ഈ സെപ്റ്റംബറിൽ വന്നിട്ടുണ്ടാവും. പാർട്ട്ണറായിട്ട് ഈഗോ ക്ലാഷ് ആണ് ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്ഷമയോടെ കേട്ട് പരിഹരിച്ചിട്ടുണ്ടാവും. അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും ഇനി കൂടി കൂടി വരികയുള്ളൂ. പക്ഷെ ആ ഈഗോ ക്ലാഷിന് ഒരു ചെറുതായിട്ടൊന്ന് താഴ്ന്നു കൊടുക്കുക. പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളയരുത്. സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്ന് പേഴ്സണലി മനസ്സിലാക്കുക തന്നെ നിങ്ങൾ ചെയ്യണം. അതുപോലെ സെപ്റ്റംബറിൽ ഡൈജഷൻ ഇഷ്യൂ, ചെസ്റ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലും ആയിരുന്നു. ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് വർക്ക് ലോഡ് എന്തായാലും ബാലൻസ് ചെയ്യാൻ പറ്റണം കൊണ്ട് കുറച്ച് റെക്കഗ്നിഷൻ എന്തായാലും കിട്ടും. പാസ്റ്റ് ഒബ്സ്റ്റാക്കിൾസ് എന്തായാലും നിങ്ങൾക്കത് ക്ലിയർ ആയി കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഘ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്തായാലും ഒക്ടോബറിൽ മാറിക്കിട്ടും. ഒക്ടോബറിന് കരിയർ ഗ്രോത്ത് നല്ല സപ്പോർട്ടീവാണ്. പക്ഷേ ഈ കരിയർ ഗ്രോത്ത് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങളുടെ മാത്രം ആശ്രയിച്ചാണ് ശരിക്കും ഇരിക്കുന്നത്. ബിസിനസ് ചെയ്യണവർക്ക് എന്തായാലും റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. കാരണം അത് നഷ്ടത്തിലാവാൻ സാധ്യത ഒക്ടോബറിൽ നല്ല കൂടുതലാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കോണ്ടാക്ട്സ് എന്തായാലും കിട്ടും. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് നിങ്ങളുടെ മാത്രം ആശ്രയിച്ചിരിക്കും. പഴയ കടങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ കൊടുത്തു തീർക്കുന്നതായിരിക്കും നല്ലത്. അത് പിന്നീട് വലിയൊരു ബാധ്യതയായിട്ട് നിങ്ങൾക്ക് വരും. മാരീഡ് ലൈഫിന് എന്തായാലും സ്പോസിന്റെ ഒരു സപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. അത് വലുതായിട്ട് എന്തായാലും ഗുണം ചെയ്യുകയില്ല. ലവ് ലൈഫിലാണെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഒക്ടോബറിൽ ഉണ്ടാവുന്നുണ്ട്. സിംഗിൾ ആയവർക്ക് മാരേജ് പ്രപ്പോസൽ വരാം. പക്ഷെ എന്തായാലും അത് ഡിലേ ആവും, മുന്നോട്ട് പോവുകയില്ല. പാസ്റ്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്തായാലും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എന്തായാലും ഒക്ടോബറിൽ കഴിയുകയില്ല. സ്ട്രെസ്, ആങ്കർ എല്ലാം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്തായാലും പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ അതെന്തായാലും കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായിട്ട് കാണുന്നത്. ഓഫീസ് പൊളിറ്റിക്സ് എന്തായാലും ഉണ്ട്. കൂടെയുള്ളവർ ചതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക്. ആർക്കെങ്കിലും ഞായറാഴ്ചകളിൽ പാല് ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ തൊഴുകുന്നത് നിങ്ങളുടെ മനഃശാന്തിക്ക് നന്നായിട്ട് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും കാമായിട്ടുള്ള സ്ഥലത്ത് ഡെയിലി 1 hour നിങ്ങൾ പ്രകൃതി ഇരിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർ സാധാരണ ധീരരാണ്. അതുപോലെ തന്നെ ഒറ്റ തീരുമാനത്തിൽ എപ്പോഴും നിൽക്കുന്നവരാണ്. അതായത് സ്റ്റൂ ബോൺ ആണ്. അത് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ എപ്പോഴും പ്രാധാന്യം സൗഹൃദത്തിനും കുടുംബത്തിനുമാണ്. കൂടുതൽ കുടുംബത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നത് അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. അത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. കാരണം നിങ്ങളെ ആശ്രയിച്ച് പലരും നിൽക്കുന്നുണ്ടാവും. നിങ്ങളുണ്ട് എന്നുള്ള ഒരു ധൈര്യം മിക്കവർക്കും ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യം നേടാൻ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അത് കാര്യമാക്കണ്ട. പക്ഷെ നിങ്ങളുടെ മനസ്സ് നല്ല മൃദുവാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് മിക്കവർക്കും അത് മനസ്സിലാക്കാൻ കഴിയാറില്ല എന്ന് മാത്രം. സൗന്ദര്യബോധം, കലാരുചിയും കൂടുതലാണ്. നിങ്ങൾ സൗന്ദര്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കും. നിങ്ങൾ പലരും നല്ല സൗന്ദര്യമുള്ളവരും കൂടിയായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നല്ല നേതൃത്വ ഗുണവും നിങ്ങൾക്ക് ഉണ്ട്. സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ജോലിപരമായിട്ട് നിങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഭാരം നല്ല കൂടുതലായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്തായാലും പോവാനും സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഹെഡിൻ്റെ അടുത്ത് ചൂടായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടും ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഒരു എക്സ്പെൻസ് സെപ്റ്റംബർ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പോയിട്ടുണ്ടാവും. അത് സേവിങ്സിന് കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടും ഉണ്ടാവും. പാർട്ട്നേഴ്സായിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് പിന്നെ കാര്യമാക്കണ്ട, അത് സ്വാഭാവികമായിട്ടും വരും. തലവേദന, അമിത ചിന്ത, ഉറക്കക്കുറവ് എന്നിവ വരാൻ സാധ്യതയുണ്ട്. മന്ത് എൻഡ് ആകുമ്പോൾ എന്തായാലും പാർട്ട്ണറായിട്ടുള്ള പ്രശ്നങ്ങൾ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. പക്ഷെ ഒക്ടോബർ മാസത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജോലി പെട്ടെന്ന് തന്നെ പുതിയത് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ പഴയ ജോലി പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വിളിക്കാനും സാധ്യതയുണ്ട്. അതിൽ ശമ്പളം കൂട്ടുകയോ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പുതിയ കാര്യങ്ങളും പുതിയ ആൾക്കാരായിട്ടൊക്കെ ഒരു ഡീൽ ഉണ്ടാക്കും. പക്ഷെ പഴയ കുടിശ്ശിക നിങ്ങൾ എന്തായാലും ചോദിച്ച് തന്നെ വാങ്ങണം. പിന്നെ പങ്കാളിയായിട്ട് എന്തായാലും ബന്ധം നല്ല മെച്ചപ്പെടും. വിവാഹിതരായവർക്ക് എന്തായാലും നല്ലൊരു ശുഭ കാര്യം നിങ്ങൾക്ക് എന്തായാലും ഒരു ന്യൂസ് വരും. അതായത് ഒരു കുട്ടി, ഒരു വീട്, ഒരു വാഹനം,
ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് എന്തായാലും വരും. അത് കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. സിംഗിളായ കാർത്തികക്കാർക്ക് പുതിയൊരു പ്രപ്പോസൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് മുടക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതും കൊണ്ട് അതിൽ വലിയ പ്രതീക്ഷ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒക്ടോബറിൽ സാമ്പത്തികം എന്തായാലും മെച്ചപ്പെടും. പക്ഷെ വല്ല കടം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കൊടുത്തു തീർക്കുക. ഓവറായിട്ട് ലക്ഷറി ഐറ്റംസ് നിങ്ങൾ വാങ്ങരുത്. അത് എന്തായാലും കാലങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. ചെറിയ മെച്ചം എന്തായാലും പ്രോഫിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് കൂടുതലൊന്നും എന്തായാലും ഉണ്ടാവില്ല. ഒരു മോഡറേറ്റ് സക്സസ് മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ. സെപ്റ്റംബറിലുണ്ടായ ഹെൽത്ത് ഇഷ്യൂസ് എന്തായാലും ഒക്ടോബറിൽ മാറും. അമിത ഈഗോ കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം ഒക്ടോബറിൽ എടുക്കരുത്. അത് ഭാവിയിൽ എന്തായാലും വിഫലമാവും. റെഗുലർ എക്സസൈസ് ഉള്ളവർക്ക് കാര്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒക്ടോബറിൽ കാണുന്നില്ല. മൊത്തത്തിൽ കാർത്തികർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ആരോഗ്യത്തിൽ. കൂടുതലും കുടുംബമായിട്ട് സമയം ചെലവഴിക്കുക. കാരണം അകലാൻ സാധ്യത വളരെ കൂടുതലാണ് ഒക്ടോബറിന് ശേഷം. ബിസിനസ്സുകാർക്കോ അങ്ങനെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുന്നവർക്ക് ഒക്ടോബർ നല്ലൊരു സമയമാണ്. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർ സാധാരണയായിട്ട് മറ്റുള്ളവരുടെ മനസ്സറിയുന്നവരായിരിക്കും. നല്ല ആകർഷണ വ്യക്തിത്വം ഇവർക്ക് നന്നായിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും സമ്പത്തിന്, സൗന്ദര്യത്തിന്, ലക്ഷറിക്ക് വേണ്ടിയിട്ട് നല്ല മുൻതൂക്കം നിങ്ങൾ എന്തായാലും കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. ആ മുൻതൂക്കം കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണവും കൊണ്ട് നിങ്ങൾ എന്തായാലും ഉയരങ്ങളിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ലക്ഷറിക്ക് പിന്നാലെ പോവരുത്. അതെന്തായാലും നിങ്ങളെ കടക്കണിയിലാക്കുകയും ചെയ്യും. പക്ഷെ സമ്പത്തിന് പുറകെ കുറച്ച് കൂടുതൽ പോവുക. എന്നാൽ കാലാകാലങ്ങളിൽ സമ്പത്തിന് പുറകെ പോകുന്നത് നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. നിങ്ങൾ പലപ്പോഴും ജോലിയിലും ബാക്കിയുള്ള കാര്യത്തിലും ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കും. മീൻസ് റിലേഷൻഷിപ്പിലൊക്കെ നല്ല ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കും. അത് കാണിച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇട്ടിട്ട് പോകാനേ സാധ്യതയുള്ളൂ. നിങ്ങൾ പൊസസീവാണ്, ജലസി കൂടുതലാണ് എന്നൊക്കെ അവർ പറയും. നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവ് നല്ല കൂടുതലാണ്. അതായത് ബിസിനസ് മാർക്കറ്റിംഗ്, എഴുത്ത്, വായന, ചിത്രം വര, സംഗീതം, സിനിമ, ഇതിലൊക്കെ നല്ല കഴിവ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് എന്തായാലും ജോലി സ്ഥലത്ത് ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. ഈ റെക്കഗ്നിഷൻ കിട്ടിയതും കൊണ്ട് വേറെ ജോലിക്കാരെല്ലാം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പാർട്ട്നേഴ്സായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ചിലര് പെട്ടെന്ന് തന്നെ വലിയ ചെലവ് എന്തായാലും വന്നിട്ടുണ്ടാവും. ലോണ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. ഉറക്കം കുറഞ്ഞിട്ടുണ്ടാവും. ആങ്സൈറ്റി, സ്റ്റൊമക്ക് പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. രോഹിണിക്കാർക്ക് എന്തായാലും ഒക്ടോബറിൽ ഒരു പുതിയ ജോബ് ചേഞ്ച്, ട്രാൻസ്ഫർ എന്തായാലും ഉണ്ടാവും. ജോലി ഇല്ലാത്തവർക്ക് കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാർട്ട്ണർ എടുക്കുമ്പോൾ ഒരു ഡബിൾ ചെക്ക് ചെയ്യണം. ഒരു കാര്യമായിട്ട് പാർട്ട്ണറുടെ അടുത്ത് പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യുക. ഒരു ട്രാൻസ്ഫർ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അത് കാര്യമാക്കണ്ട. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ തീരുമാനം പോലെ ഇരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. സിംഗിളായ രോഹിണിക്കാർക്ക് പുതിയൊരു പ്രപ്പോസൽ വരും. പക്ഷെ നിങ്ങൾ ഓവർ അറ്റാച്ച്മെന്റ് ആദ്യം തന്നെ കാണിക്കരുത്. അപ്പോൾ തന്നെ അത് ഇട്ടിട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മാരേജ് കപ്പിൾസിന് ഒരു സന്തോഷ വാർത്ത പരമാവധി ഉണ്ടാവും. ഒരു കുഞ്ഞിക്കാല് കാണാൻ നിങ്ങൾക്ക് യോഗമുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒക്ടോബറിൽ എന്തായാലും ഫിനാൻഷ്യൽ ലക്ക് ഉണ്ട്. ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ലക്ഷറി ഐറ്റംസ് വാങ്ങിയിട്ട് ഓവർ എക്സ്പെൻസ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എന്തായാലും കടക്കണിയിലാവുകയും ചെയ്യും. ഈ സെപ്റ്റംബറിൽ പാർട്ട്ണറായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒക്ടോബറിൽ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും നിങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഒരു ട്രിപ്പ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു കാമായിട്ടുള്ള അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഒക്ടോബറിൽ ഇമോഷണലായി ഓവർ ആക്ട് ചെയ്യാതെ പരമാവധി മിണ്ടാണ്ട് ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. വല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നിങ്ങൾ ഇപ്പൊ എന്തായാലും ചെയ്യാൻ പാടുള്ളൂ. ഫാമിലിക്കും പാർട്ട്നേഴ്സിനും കൂടുതൽ സമയം കൊടുക്കുക. കൂട്ടുകാരായിട്ട് അധികം നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഫാമിലിക്കും പാർട്ട്ണറിനും കൂടുതൽ സമയം കൊടുക്കുക. കൂട്ടുകാരായിട്ട് ഓവർ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. മകീര നക്ഷത്രക്കാർ കുറച്ച് റെസ്റ്റ്ലെസ് സ്വഭാവമുള്ളവരാണ്.
അതായത് നിങ്ങൾ വേണിച്ച വിശ്രമം ഒന്നും കാര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ചിലവരാണെങ്കിൽ ഒടുക്കത്തെ വിശ്രമം ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ ഓവർ സെൻസിറ്റീവാണ്, അത് പാടില്ല. പെട്ടെന്ന് ചിലപ്പോൾ കരഞ്ഞു പോവും, പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോവും, ചെറിയ കാര്യത്തിന് നിങ്ങൾ ചിരിച്ചും പോവും. നിങ്ങൾ ക്യൂരിയസ് ആണ്, ഇമാജിനേറ്റീവ് ആണ്, ആർട്ടിസ്റ്റിക് ആണ്, റൊമാൻറ്റിക് ആണ്. പ്രണയത്തിലൊക്കെ നിങ്ങൾ ഭയങ്കര ബോണ്ടിങ് കൂടുതലാണ്. ക്യൂരിയസ് ആയതുകൊണ്ട് കൗതുകവും നിങ്ങൾക്ക് നല്ല കൂടുതലാണ്. അതുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് ചെയ്തു എന്നൊക്കെ വരും. ട്രാവലിനും ന്യൂ എക്സ്പീരിയൻസിനൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ഓവർ സെൻസിറ്റീവ് ആവും, അതുകൊണ്ട് പൊട്ടിത്തെറി ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ജോബ് പരമായിട്ട് വർക്ക് ലോഡ് കൂടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്ട്രെസ്സും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. പാർട്ട്നേഴ്സിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ കാരണം നിങ്ങൾ ഓവർ തിങ്കിങ് ആയിട്ട് ആവശ്യമില്ലാത്ത ചിന്തിച്ച് കുട്ടിയെ കൊണ്ടാണ്. അതിൻ്റെ ഒരംശം പോലും ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ബിസിനസ് പരമായിട്ട് ചില പ്രോജക്റ്റ് എന്തായാലും നിങ്ങൾക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. പേയ്മെൻറ്റ്സും എന്തായാലും നിങ്ങൾക്ക് ഡിലേ ആയിട്ടും ഉണ്ട്. ലോൺ എന്തായാലും തിരിച്ചടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് വേറൊരു ആവശ്യത്തിന് വെച്ച പൈസ എന്തായാലും നിങ്ങൾക്ക് അത് ഉണ്ടായിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും എന്തായാലും നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. ഒക്ടോബറിൽ എന്തായാലും ജോബ് ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് മുമ്പത്തെ ഒരു സ്ട്രെസ്സ് കുറയുന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഈ സെപ്റ്റംബറിൽ ഡിലേ പേയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായില്ലേ, അത് ഒക്ടോബറിൽ തീർക്കണവും കൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ന്യൂ പ്രോജക്റ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ എന്നിവയെല്ലാം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് നന്നായിട്ട് പോകുമെങ്കിലും കോവർക്കറിന്റെ ജലസി കാരണം അത് കുറച്ച് ബാഡ് മാർക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. അതായത് വർക്കേഴ്സും ക്ലയൻസും ആയിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കാൻ പാടില്ല. ക്ലയൻ്റ് ആയിട്ട് നിങ്ങൾ മാത്രം ഡീൽ ചെയ്താൽ മതി. ലവേഴ്സിനും മിസ്അണ്ടർസ്റ്റാൻഡിങ് തീരാൻ സാധ്യതയുണ്ട്. പാർട്ട്നേഴ്സിനും ഇതേ മിസ്അണ്ടർസ്റ്റാൻഡിങ് തീരും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകും. പക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുപാട് നിൽക്കുകയൊന്നുമില്ല. നിങ്ങളായവർക്ക് അൺഎക്സ്പെക്റ്റഡ് വഴി ഒരു പുതിയ റിലേഷൻ എന്തായാലും ഉണ്ടാവും. ഒക്ടോബറിൽ ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ട്. സൈഡ് ഇൻകം എന്നിവ സോഴ്സിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുക. എന്തായാലും നിങ്ങൾ ഓവർ എക്സ്പെൻസ് ചെയ്യരുത്, അത് നിങ്ങൾക്ക് നാശം വിതയ്ക്കുകയുള്ളൂ. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കുക. ഉള്ളത് ഇപ്പം അവിടെ ഭദ്രമായിട്ട് ഒക്ടോബറിൽ വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സെപ്റ്റംബറിലുണ്ടായ തലവേദന, സൈനസ് പ്രോബ്ലം എല്ലാം നിങ്ങൾക്ക് ഒക്ടോബറിൽ എന്തായാലും അതേപോലെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ആൾറെഡി ആരോഗ്യം വലിയ പ്രശ്നമൊന്നുമില്ല, സ്റ്റേബിൾ തന്നെയാണ്. പരമാവധി ട്രാവൽ അവോയ്ഡ് ചെയ്തിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. ഓവർ തിങ്കിങ് കുറയ്ക്കുക. എന്തുണ്ടെങ്കിലും പാർട്ട്ണറുടെ അടുത്ത് അത് ചോദിക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക. അതിന് ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് 1 മണിക്കൂർ മിണ്ടാണ്ട് ആരും ചോട്ടിലിരുന്നിട്ട് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് പലർക്കും നിങ്ങളെ പറ്റില്ല. നിങ്ങൾക്ക് സ്ട്രോങ് ഇമോഷൻസ് കൂടുതലായിരിക്കും, ഡീപ്പ് ഫീലിങ്സും കൂടുതലായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവർ മാത്രമേ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. വലിയ ഇമാജിനേഷൻ പവർ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതെല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ലീഡർ ആയിരിക്കും, പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും അനുസരിക്കുന്നുണ്ടാവുക. മറ്റുള്ളവരുടെ ഭയം നിങ്ങളുടെ ബലം തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ഹെൽപ്പിംഗ് നേച്ചർ കൂടുതലായിരിക്കും, പക്ഷെ പലപ്പോഴും സെൽഫ് സാക്രിഫൈസിങ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഉയർച്ച താഴ്ച ഇങ്ങനെ വന്നും കൊണ്ടേയിരിക്കും. ഒന്ന് ഉയരും ഒന്ന് താഴും, ഒന്ന് ഉയരും ഒന്ന് താഴും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ പെട്ടെന്ന് തന്നെ ഒരു വർക്ക് ലോഡ് എന്തായാലും വന്നിട്ടുണ്ടാവും. നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് അതെന്തായാലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അത് ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് കുറച്ച് പ്രയാസവും വന്നിട്ടുണ്ടാവും. ചിലർ അതിൻ്റെ പേരിൽ ഷൗട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് ജോലിയും പോയിട്ടുണ്ടാവും. കോമ്പറ്റീഷൻ ഫീൽഡൊക്കെ ആണെങ്കിൽ, ആർട്ടിസ്റ്റിക് ആണെങ്കിൽ കോമ്പറ്റീഷനിൽ നല്ല സ്ട്രഗിൾ ഉണ്ടാവും. ഡീൽസ് എല്ലാം നിങ്ങൾക്ക് എന്തായാലും സെപ്റ്റംബറിൽ ഡിലേ ആയിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഓവർ ഇമോഷണൽ, ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയാണെന്നുള്ളത്. ഇത് പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് അകറ്റാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. അവർ വേണിച്ച നിങ്ങളുടെ ഫോണൊക്കെ എടുക്കുമ്പോൾ റീപ്ലൈ തരാൻ വൈകുക,
അതുപോലെ നിങ്ങളുടെ കോള് കട്ട് ചെയ്യുക, ബിസി ആണെന്ന് പറയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവാം. ഒത്തുപോവില്ല എന്നൊക്കെ പലപ്പോഴും പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സെപ്റ്റംബറിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ സെപ്റ്റംബർ പകുതി കഴിഞ്ഞപ്പോൾ പലർക്കും ഓവർ എക്സ്പെൻസ് ഉണ്ടാവും. കൂടുതലും മെഡിക്കൽ എക്സ്പെൻസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. സ്ട്രെസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്നും ചിന്തിച്ച് നിങ്ങൾ എന്തായാലും സെപ്റ്റംബറിൽ കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒക്ടോബർ മാസത്തിൽ അങ്ങനെയല്ല. കോവർക്കേഴ്സ്, പാർട്ട്നേഴ്സിനോടൊക്കെ നിങ്ങൾ എന്തായാലും കുറച്ച് സഹകരണം എന്തായാലും നിങ്ങളുണ്ടാവും. നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ചക്കൊക്കെ എന്തായാലും നിങ്ങൾ തയ്യാറാവും. പുതിയ ജോബ് അല്ലെങ്കിൽ ഒരു ട്രാവൽ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റി എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ എന്തായാലും ഡീൽ ക്ലോസ് ചെയ്യും. പുതിയൊരു ഡീൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ധൈര്യമായിട്ട് കൈ കൊടുക്കുന്നത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ലവേഴ്സിൻ്റെ ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കൂടുതൽ സംസാരിക്കില്ല, അറിയാണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഒക്ടോബർ മാസത്തിലും നിങ്ങൾക്ക് ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഇതേ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓപ്പൺ ടാക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളൂ, അതൊരു പ്രശ്നമേ അല്ല. അത് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കേണ്ട, അതിൽ തീർപ്പ് എന്തായാലും ഉണ്ടാവും. സിംഗിൾ ആയവർക്ക് അൺഎക്സ്പെക്റ്റഡ് പ്രപ്പോസൽ കിട്ടും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കണ്ട. കുറച്ച് അവോയ്ഡിങ് നേച്ചർ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു പണിയും തുറയില്ലാണ്ട് ആദ്യം തന്നെ അവരോട് സംസാരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തരുത്. കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. കാരണം സെൽഫ് റെസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒക്ടോബറിൽ ലോങ് ടേം സേവിങ്സ് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ പഴയ കടങ്ങൾ കൊടുത്തു തീർക്കുന്നതും നല്ലതായിരിക്കും. ഇൻകം സ്റ്റഡി തന്നെയായിരിക്കും. എക്സ്പെൻസ് കുറയുകയും ചെയ്യും. ഈ വെഹിക്കിള്, പ്രോപ്പർട്ടി അതുപോലത്തെ സാധനങ്ങളൊക്കെ കേടുവന്നത് ചിലപ്പോൾ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അത് നന്നാക്കേണ്ടി വരും. അതിൻ്റെ ഒരു എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഒക്ടോബറിൽ ഉണ്ടാവുകയുള്ളൂ. ഒക്ടോബറിൽ ആരോഗ്യത്തിന് തിരുവാതിരക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ക്ഷമ കാണിക്കണം. വല്ല സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് ഓവർ തിങ്ക് ചെയ്യരുത്, ഓവർ റിയാക്ട് ചെയ്യരുത്. അത് നിങ്ങളെ ഒക്ടോബർ മാസത്തിൽ നല്ല പ്രശ്നത്തിലാക്കും. എല്ലാം പതിയെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ തിരുവാതിരക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പുനർവാസു നക്ഷത്രം, അതായത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർ അത്ര ഓവർ ഇമോഷണൽ, ഓവർ സെൻസിറ്റീവ് അല്ല. പക്ഷെ ചിലപ്പോൾ നല്ല ഇൻറ്റൻസീവ് ആവും. ഇത് പലർക്കും അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവണം കൊണ്ട് നിങ്ങളെ കുറേ പേർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് പേടിയുണ്ടാവും. അത് നല്ലതാണ്, അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. സൂക്ഷ്മബുദ്ധിയും ജാഗ്രതയും നിങ്ങൾക്ക് നല്ല കൂടുതലാണ്. ഓവർ തിങ്കിങ് ആണ്, അത് കാര്യമായിട്ട് വേണ്ട. വെറുതെ ഓവർ തിങ്കിങ് ഉണ്ടായിട്ട് ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. ഫ്രണ്ട്ഷിപ്പായിട്ടും പാർട്ട്നേഴ്സായിട്ടും എല്ലാവരും നല്ല കോപ്പറേറ്റീവാണ്. നിങ്ങൾ എന്ത് കാര്യം അവർക്ക് വേണ്ടി ചെയ്യാനും തയ്യാറാവും. അതൊക്കെ നല്ലത് തന്നെയാണ്. ലൈഫ് പൊതുവേ നിങ്ങൾക്ക് സ്റ്റഡി ആയിരിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു ബുധദശ എപ്പോഴും കാണുന്നുണ്ട്, കയറ്റിറക്കങ്ങൾ എപ്പോഴും കാണും. പക്ഷെ ഡിസിഷൻ എടുക്കുമ്പോൾ നല്ല പ്രയാസം നിങ്ങൾക്ക് വരാറുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ വർക്ക് ലോഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും, റെസ്പോൺസിബിലിറ്റിയും കൂടിയിട്ടുണ്ടാവും. അത് ഏറ്റെടുക്കാനുള്ള പ്രയാസം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അത് പറയാനുള്ള ഒരു വിഷമവും നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആ ജോലി പോയാലും പ്രശ്നമില്ല, വേറെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ അങ്ങനെ സ്ട്രെസ് ആണെങ്കിൽ വേറെ ജോലി നോക്കിയിട്ട് കിട്ടിയതിന് ശേഷം മാത്രം ഇത് രാജിവെക്കുക. എടുത്ത് ചാടിയിട്ട് ഇമോഷണലായിട്ട് ഇറങ്ങി പോവാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്തായാലും നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവും. ബിസിനസ്സിലൊക്കെ നല്ല ഡിലേ എന്തായാലും സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുണ്ടാവും. അതൊരു അൺഎക്സ്പെക്റ്റഡ് ഡിലേ ആണ്. നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല. നെഗോസിയേഷൻ സ്കില്ല് നന്നായിട്ട് വളർത്താൻ ഇനി എന്തായാലും ഇപ്പോൾ മുതൽ ചെയ്യുക. അത് ഒക്ടോബറിൽ നല്ല ഗുണം നിങ്ങൾക്ക് ചെയ്യും. ഈ ഒക്ടോബറിൽ ലവേഴ്സായിട്ട് ഒരു മൈനർ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാണാം. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് തന്നെയാണ് നല്ലത്. നിങ്ങൾ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് കീപ്പ് ചെയ്യുക. കാര്യങ്ങൾ പെട്ടെന്ന് തുറന്നു പറയാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അതുപോലെ നിങ്ങൾ മാരീഡ് ലൈഫിലും ഇതേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. കാര്യങ്ങൾ ഇപ്പോഴെന്തായാലും തുറന്നു പറയണ്ട, എന്നാലും കുറച്ച് ഹിൻഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും ഇമോഷണലി ദേഷ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ട. അവളുടെ ദേഷ്യം പറഞ്ഞു തീർക്കട്ടെ, അതായിരിക്കും നല്ല ഒരു കാര്യം. നിങ്ങളത് കേട്ടിരിക്കുക മാത്രം ചെയ്യുക. സിംഗിളായവർക്ക് എന്തായാലും സഡൻ ആയിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രപ്പോസലോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഒരു കോളൊക്കെ നിങ്ങൾക്ക് വരാം. പക്ഷെ അപ്പോഴും ക്ഷമ കാണിക്കുക. പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്യരുത്, പെട്ടെന്ന് ഇൻറ്റൻസി കാണിക്കരുത്. അവരുടെ മോട്ടീവ് എന്താണെന്ന് നിങ്ങൾ
ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനെന്തായാലും ഒരു 7 മാസം എന്തായാലും നിങ്ങൾക്ക് പിടിക്കും. ഒക്ടോബറിൽ എക്സ്ട്രാ എക്സ്പെൻസ് എന്തായാലും വരും. അതും കൊണ്ട് കാശൊന്നും പെട്ടെന്ന് ചിലവാക്കാതിരിക്കുക. മെഡിക്കൽ എക്സ്പെൻസാണ് വരിക. മെഡിക്കൽ ആകുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ, നല്ലൊരു പൈസ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നതും കൊണ്ട് നിങ്ങൾ അധികം ഭയപ്പെടരുത്. അധികം ചിലവാക്കാതിരുന്നാൽ മാത്രം മതിയാവും. ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ ഡയറ്റ് ഒന്ന് റെഗുലർ ആക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ഗുണം ചെയ്യും. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഹെഡേക്ക് കുറച്ച് വരും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉറങ്ങിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്തായാലും കൺട്രോൾ ചെയ്യാം. എന്ത് ചെയ്യണം എന്നുള്ള ആലോചിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. പേഷ്യൻസ് ഇല്ലാണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കരുത്. അത് ഗുണം ചെയ്യില്ല. പരമാവധി ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നല്ല, ഓവറായിട്ട് ജോബിൽ നിങ്ങൾ ഇപ്പോൾ എന്തായാലും ഒക്ടോബറിൽ ടൈം കണ്ടെത്തരുത്. കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. പൂയ നക്ഷത്രക്കാർ പൊതുവെ സ്നേഹവും സഹകരണശീലവും ഉള്ളവരാണ്. അതുപോലെ ഔട്ട്ഗോയിങ് ആണ്, ഫ്രണ്ട്ലി ആണ്, അതുപോലെ നന്നായിട്ട് സഹകരിക്കുന്ന ആളുമാണ്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കുറച്ച് മോഡറേറ്റ് ആണ്. കാരണം സോഷ്യൽ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങൾ വെച്ച ഒരു പക്ഷത്ത് ചായാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉറപ്പിച്ച കാര്യത്തിൽ ആ തീരുമാനത്തിൽ നിൽക്കാൻ പറ്റി എന്ന് വരില്ല. തീരുമാനങ്ങൾ ചിലപ്പോൾ മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറച്ച് ഗുഡാണ്. ചില സമയത്ത് മാത്രമേ പരിസരം മറന്ന് പെരുമാറാറുള്ളൂ. മൊത്തത്തിൽ ലൈഫ് നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് മൈനർ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ലൈഫിൽ കാര്യമായിട്ട് വരില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ കപ്പാസിറ്റി കണ്ടിട്ട് നിങ്ങളുടെ ഹെഡ് എന്തായാലും കൂടുതൽ റെസ്പോൺസിബിലിറ്റി തന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് ഓവർലോഡ് ആയിട്ടുണ്ടാവും. അത് സ്ട്രെസ്സിലേക്കും പോയിട്ടുണ്ടാവും. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ പേഷ്യൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബറിൽ ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതെന്തായാലും ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും. കോളീഗ്സ് ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ ഒപ്പം കോപ്പറേഷൻ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷെ വേണ്ടത്ര റിസൾട്ടോ വേണ്ടത്ര ഹെൽപ്പോ ചിലപ്പോൾ കിട്ടാതെ പോകാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ. പക്ഷേ ഈ ഒക്ടോബറിൽ അങ്ങനെ ആയിരിക്കില്ല. പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒരു മൈനർ പ്രൊമോഷൻ കിട്ടും. അത് വലിയ പ്രൊമോഷനായിട്ട് കരുതണ്ട. വർക്ക് ലോഡായിരിക്കും കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുക. ബിസിനസ് ഡീല് ഗ്രാജുവലി എന്തായാലും നിങ്ങൾക്ക് ക്ലോസ് ആവും. പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടാവും. പാർട്ട്നേഴ്സായിട്ട് നല്ല കൊളാബറേഷനിൽ പോവുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു സക്സസ് എന്തായാലും ഒക്ടോബറിൽ കാണാൻ സാധിക്കും. പക്ഷെ പൂർണ്ണ വിശ്വാസം വരുത്തരുത്. എല്ലാത്തിലും നിങ്ങളുടെ ഒരു കയ്യൊപ്പം എന്തായാലും നിങ്ങൾ കാണണം. ഈ സെപ്റ്റംബറിൽ പാർട്ട്ണറായിട്ട് ഇമോഷണലി എന്തായാലും ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആവാൻ സാധ്യത കൂടുതലാണ്. മാരീഡ് ലൈഫിൽ സെപ്റ്റംബറിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പറയണ ക്ഷമയോടെ കേൾക്കാൻ നിങ്ങൾ ക്ഷമ കാണിച്ചില്ലെങ്കിൽ ഒക്ടോബറിലും എന്തായാലും മാരീഡ് ലൈഫ് എന്തായാലും കയ്യിൽ നിന്ന് പോകാനേ സാധ്യതയുള്ളൂ. ധനകാര്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്മാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സഹായിക്കില്ല. വലിയ എമൗണ്ട് ഒന്നും വരാനും സാധ്യതയില്ല. വലിയ എക്സ്പെൻസും ഉണ്ടാവില്ല. ചെറിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും. അത് തീർക്കുക, അതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക. ഹെൽത്ത് ഗ്രാജുവലി എന്തായാലും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ കൺട്രോൾ ആൻഡ് പേഷ്യൻസ് വളർത്തുക. അല്ലെങ്കിൽ ഒക്ടോബർ മാസവും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇമോഷൻ കൺട്രോൾസ് ആൻഡ് പേഷ്യൻസ് വളർത്തുക. ഇല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. ഈ പേഷ്യൻസ് ഫാമിലിയിലായിട്ട് കാണിക്കുകയാണെങ്കിൽ ക്വാളിറ്റി ടൈം ഫാമിലിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗുണം തന്നെ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഒക്ടോബർ മാസം കയ്യിൽ നിന്ന് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് നല്ല കരുത്ത് എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ മനസ്സിന് നല്ല ആഴമുള്ളവരാണ് നിങ്ങൾ ചിലപ്പോൾ നല്ല സീക്രട്ടീവ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വളവളവള എന്ന് സംസാരിച്ചും കൊണ്ടേയിരിക്കും. ധൈര്യമുണ്ട്, നല്ല ഗൗരവമുള്ളവരാണ്. ചിലപ്പോൾ നല്ല കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് നിങ്ങൾ എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇമോഷണൽ കൺട്രോൾ നല്ല കൂടുതലാണ് നിങ്ങൾക്ക്. നിങ്ങൾ പെട്ടെന്ന് ചിരിക്കില്ല, പെട്ടെന്ന് കരയില്ല, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരില്ല. ഇത് മോഡറേറ്റ് ആണ്, എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ പേഷ്യൻസ് കയ്യിൽ നിന്ന് പോവാറുണ്ട്. ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അതൊരു വലിയൊരു പൊട്ടിത്തെറിയായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ലീഡർഷിപ്പും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. ചാലഞ്ചസിലൊക്കെ ഏർപ്പെടുമ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതലും നിങ്ങളുടെ പക്ഷത്താക്കാൻ നിങ്ങൾ എപ്പോഴും നോക്കാറുണ്ട്. അതിലൊക്കെ വിജയിക്കാറുമുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ലോഡ്
മോഡറേറ്റ് ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഇതൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും. ജോബ് ട്രാൻസ്ഫർ, ജോബ് പോയതൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ല സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. കോവർക്കേഴ്സിന്റെ കുറച്ച് ജലസി ഉണ്ടെങ്കിൽ അവർ സപ്പോർട്ടീവ് ആയിരുന്നു, എന്നാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സെപ്റ്റംബറിൽ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിലൊക്കെ നിങ്ങൾ ശ്രമം കാണിച്ചും കൊണ്ട് കുറച്ച് അതിജീവിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ബിസിനസ്സിൽ നെഗോസിയേഷൻ കറക്റ്റ് ആവുന്നേ ഇല്ല. അത് പെട്ടെന്നൊരു തീരുമാനത്തിൽ അവർ വേണ്ട എന്ന് നിങ്ങൾ മനസ്സിൽ വെക്കരുത്. പേഷ്യൻസ് കാണിക്കുക, കുറച്ച് താഴ്മയായിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്നാൽ അവരെന്തായാലും ആദ്യത്തെ ഒരു പൊട്ടിത്തെറി മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അവരെന്തായാലും ശാന്തരാവുന്ന ഉറപ്പുള്ളൊരു കാര്യമാണ്. കരിയർ പരമായിട്ട് ഒക്ടോബറിൽ ചെറിയൊരു ഉയർച്ച മാത്രമേ നിങ്ങൾക്ക് ജോലിയിൽ കാണുന്നുള്ളൂ. അതും വലുതായിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുമാത്രമല്ല, പുതിയൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതുപോലെ ബിസിനസ്സിലൊക്കെ കൊളീഗായിട്ട് കൊളാബറേഷൻ, പാർട്ട്ണറായിട്ടുള്ള നല്ലൊരു ഡീലൊക്കെ ഉറപ്പിക്കേണ്ടത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ക്ലയൻറ്റ് കൺവിൻസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് പ്ലാൻ ഇല്ലെങ്കിൽ എന്തായാലും ആ ക്ലയൻറ്റ് കയ്യിൽ നിന്ന് പോകുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ്. പ്രണയത്തിൻ്റെ ഇടയിൽ ഇമോഷണൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് ഭേദപ്പെട്ട പ്രതികരണമാണ്. അത് വലുതായിട്ടൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല, എന്നാലും അത് ക്ലിയർ ആവും. ഇതേ കാര്യം തന്നെയായിരിക്കും പാർട്ട്നേഴ്സ്, അതായത് കല്യാണം കഴിഞ്ഞവർക്കും ഉണ്ടാവുക. അവിടെ പിന്നെ ഓപ്പൺ ടോക്ക് ഉണ്ടെങ്കിലും നല്ല ഇമോഷണലി എന്തായാലും നിങ്ങൾ അടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഒരു സംശയത്തോടെ പാർട്ട്ണർ നിങ്ങളെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒക്ടോബറിൽ ലോങ് ടേം സേവിങ്സ് എന്തായാലും ഫോക്കസ് ചെയ്യുക. ചെറിയ കടങ്ങൾ എന്തായാലും വീട്ടുക. ഇതൊക്കെ എന്തായാലും ഗുണം ചെയ്യും. കാര്യമായിട്ട് വലിയ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ഒക്ടോബറിൽ വരാൻ സാധ്യത കുറച്ച് കമ്മിയാണ്. ഹെൽത്ത് ഗ്രാജുവലി കുറച്ച് ഇമ്പ്രൂവ് ആവും. എന്നാലും സ്ട്രെസ്സ്, സൈനസ് കാര്യങ്ങളുള്ള സാധാരണ ഒരു രോഗമൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അതും വലിയ പ്രശ്നമൊന്നുമില്ല. വാഹനം ഓടിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർ നല്ല ഗൗരവവും സെൽഫ് റെസ്പെക്റ്റും ഉള്ളവരാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ആരുടെ മുന്നിലും തൊഴുതു നിൽക്കുക, ബോ ചെയ്ത് നിൽക്കുന്ന പരിപാടിയൊന്നും നിങ്ങൾക്ക് ഇല്ല. എന്തായാലും ഫാമിലി ആൻഡ് ട്രഡീഷണലിൽ നല്ല പ്രതിബദ്ധതയുണ്ട്. അതും കൊണ്ട് ഭയങ്കര ഇമോഷണൽ ഇൻറ്റൻസ് ആയിരിക്കും. നിങ്ങൾ ഇമോഷണലി കൺട്രോളബിൾ ആണ്, പക്ഷെ അതൊരു മോഡറേറ്റ് ആണ്. സിറ്റുവേഷൻ അനുസരിച്ച്, നിങ്ങളുടെ മൂഡ് അനുസരിച്ചിട്ടും നിങ്ങളത് പലപ്പോഴും മാറ്റാറുണ്ട്. കുറച്ച് സ്റ്റൂ ബോൺ ആവും. അതും സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റൂ ബോൺ ആവുക. കരിയർ ആൻഡ് സോഷ്യൽ പൊസിഷൻസ് എന്തായാലും നിങ്ങൾക്ക് സ്റ്റേബിൾ ആണ്. പക്ഷെ നിങ്ങൾ അവിടെ പേഷ്യൻസ് കാണിച്ചില്ലെങ്കിൽ ഇത് രണ്ടും തകർന്നു പോവും. അത് നിങ്ങളെ മൊത്തത്തിൽ അങ്ങോട്ട് തകർക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കരിയർ പരമായിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിണ്ടാവില്ല. ചെറിയൊരു ഉയർച്ച ഉണ്ടായാൽ ഉണ്ടായി. അതൊരു പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ്. ആ പ്ലാനിങ് എന്തായാലും നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കണം. അതുപോലെ ഈ സെപ്റ്റംബറിൽ പാർട്ട്നേഴ്സിൻ്റെ കൊളാബറേഷനൊന്നും അധികം വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ അതും പ്രശ്നമായിട്ടുണ്ടാവും. അതൊക്കെ എന്തായാലും എസെൻഷ്യൽ ആയിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. കോവർക്കേഴ്സിൻ്റെ ഒക്കെ യൂസ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. അതെന്തായാലും സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. പ്രണയത്തിലാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ലവേഴ്സിനിടയിൽ ഒരു മൈനർ ഡിസഗ്രിമെൻ്റ് ഉണ്ടാവും. കൂടുതൽ സ്റ്റുബോൺ കാണിക്കണതിൻ്റെ പ്രശ്നമാണ്. അതൊക്കെ തരണം ചെയ്യാൻ പറ്റും. നിങ്ങൾ പേഷ്യൻസ് മാത്രം കാണിച്ചാൽ മതി. ഇത് ആ സമയത്ത് സെപ്റ്റംബറിൽ പേഷ്യൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് ഒക്ടോബറിൽ വരില്ലായിരുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർട്ട്ണറിന് എന്തായാലും നിങ്ങളോടൊരു സംശയരോഗം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സെപ്റ്റംബറിൽ ആ പ്രശ്നം അങ്ങോട്ട് തീർന്നിട്ടുണ്ടാവും. ജോലിപരമായിട്ട് ഈ ഒക്ടോബറിൽ എന്തായാലും ചെറിയൊരു മൈനർ പ്രൊമോഷൻസ് എന്തായാലും ഉണ്ടാവും. ചെറിയൊരു റെക്കഗ്നിഷനും നിങ്ങൾക്കുണ്ടാവും. അല്ലാണ്ട് വലുതായിട്ടൊന്നും വലിയ വ്യത്യാസം എന്തായാലും നിങ്ങൾക്ക് വരില്ല. ഒക്ടോബറിൽ കോളാബറേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് നിങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും നിങ്ങൾക്ക് നല്ല ഗുണം തന്നെ ചെയ്യും. ബിസിനസ്സൊക്കെ ഡീല് ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ് അനുസരിച്ചിട്ട് മാത്രമേ ക്ലോസ് ആവുള്ളൂ. അതിൽ നക്ഷത്രപരമായിട്ട് ക്ലോസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. എല്ലാം നിങ്ങളുടെ കയ്യിൽ മാത്രമായി ഇരിക്കുന്നത്. മാരേജ് ലൈഫിൽ നിങ്ങൾ ക്ഷമ കാണിക്കുകയാണ്. അവർ പറയണതിനൊക്കെ മൂളുകയാണ്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കരുത്. അവരെന്താ പറയണ വെച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ട്രസ്റ്റ് എന്തായാലും കൂടും. പക്ഷേ നിങ്ങളത് ചിലപ്പോൾ പേഷ്യൻസ് കാരണം അതും നിങ്ങൾ തട്ടിക്കളയും. ഒക്ടോബറിൽ മാരീഡ് ലൈഫ് ചിലപ്പോൾ കുറച്ച് പ്രോബ്ലമാറ്റിക് ആവാൻ സാധ്യതയുണ്ട്. ലവേഴ്സ് ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. ഓപ്പൺ ടോക്ക് ചെയ്ത മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരു പരിധി വരെയൊക്കെ മാറും. പക്ഷെ ട്രസ്റ്റ് ഇഷ്യൂ പൂർണ്ണമായിട്ട് എന്തായാലും പോവില്ല. ധനകാര്യപരമായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്.
ഒരു പ്രോപ്പർട്ടി എക്സ്പെൻഡിച്ചർ വരും. പ്രോപ്പർട്ടി എന്തെങ്കിലും കേടുവന്ന് നേരാക്കൽ അങ്ങനത്തെ എക്സ്പെൻഡിച്ചറൊക്കെ കാണുന്നുള്ളൂ. കുറച്ച് മൈനർ എക്സ്പെൻഡിച്ചർ, അല്ലാണ്ട് വലിയ എക്സ്പെൻഡിച്ചർ ഒന്നും ഒക്ടോബറിൽ എന്തായാലും നിങ്ങൾക്ക് വരില്ല. ആരോഗ്യപരമായിട്ട് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും തോന്നണ പോലെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഹെഡ് ഏക്ക്, സൈനസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്ടോബറിൽ എന്തായാലും വരുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണൽ ഡിസിപ്ലിനാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഒക്ടോബർ മാസം നിങ്ങൾക്ക് എന്തായാലും നന്നായി പോകും. ക്വാളിറ്റി ടൈം എന്തായാലും പാർട്ട്ണറിൻ്റെയിലോ ഫാമിലിൻ്റെയിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ എന്തായാലും നിങ്ങൾക്കത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ വർക്കിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണിച്ചാൽ പണം വിലയായിരിക്കും, പക്ഷേ ഫാമിലി നന്നായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ 0 ആയി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉത്തര നക്ഷത്രക്കാർ അത്യാവശ്യം ധൈര്യമുള്ളവരാണ്, ക്ഷമയുള്ളവരാണ്. പക്ഷെ നിങ്ങൾ പലപ്പോഴും ഓവർ തിങ്കിങ്ങും കൂടി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഡിസിഷൻ പലപ്പോഴും നല്ല രീതിയിൽ തെറ്റാറുമുണ്ട്. ലീഡർഷിപ്പ് സ്കിൽ എന്തായാലും നിങ്ങൾക്കുണ്ട്. പ്രോപ്പർ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കത് വർക്ക് ചെയ്യാനും അറിയാം. നിങ്ങൾക്കത് കറക്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. പക്ഷെ കൂടുതലും അതെന്തായാലും ശരിയാവുകയുള്ളൂ. പക്ഷെ പലപ്പോഴും അത് തെറ്റാറുമുണ്ട്. ലൈഫ് ജനറലി സ്റ്റഡി തന്നെയായിരിക്കും, ചലഞ്ചസ് ഉണ്ടാവും. പക്ഷെ പേഷ്യൻസ് കാണിച്ചാൽ നിങ്ങൾക്കത് പേഴ്സണലി വലിയ പ്രശ്നങ്ങളൊന്നും ലൈഫിൽ എന്തായാലും അത് ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ലോഡ് കുറച്ച് മോഡറേറ്റ്ലി ആയിരുന്നു. പുതിയതായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒരേപോലെ തന്നെ എന്തായാലും സെപ്റ്റംബർ നിങ്ങൾക്ക് കടന്നു പോയിട്ടുണ്ടാവും. സ്ലൈറ്റിൽ എല്ലാത്തിലും ഒരു ഡിലേ നിങ്ങൾക്ക് ബിസിനസ്സിൽ എല്ലാത്തിലും, ക്ലൈൻറ്റിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും കാണുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ക്ഷമയോടെ മിണ്ടാണ്ടിരുന്നാൽ മതി. വലുതായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രൊവോക്ക് ആവേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് എന്തായാലും നടന്നിട്ടുണ്ടാവും. കോവർക്കേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സിൻ്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സെപ്റ്റംബറിൽ നന്നായിട്ട് തന്നെ ഭവിച്ചിട്ടുണ്ടാവും. മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരായിട്ട് ഈഗോ പ്രോബ്ലത്തിൽ, ഈഗോ ക്ലാഷിൽ നിങ്ങൾക്ക് അടി കൂടാനുള്ള ടൈം നിങ്ങൾക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പ്രണയത്തിനും വിവാഹത്തിലൊക്കെ ഇമോഷണൽ ക്ലാരിറ്റി മൈനറായിട്ട് എന്തായാലും ശരിയായിട്ടുണ്ടാവും. പക്ഷെ പൂർണ്ണമായിട്ട് എന്തായാലും സെപ്റ്റംബറിൽ ശരിയായിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്തായാലും ഒരു ഔട്ട് ഗോയിങ് ഒക്കെ എന്തായാലും സെപ്റ്റംബറിൽ നടത്തിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒക്ടോബറിൽ അങ്ങനെയല്ല. ജോലിപരമായിട്ട് പുതിയ സ്റ്റഡി, പുതിയ ട്രാവല്, പുതിയ ഒരു ജോബ് ഒക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് പരമായിട്ട് ഡീൽസ് ഒക്കെ എന്തായാലും നല്ല രീതിയിൽ ക്ലോസ് ചെയ്യും. കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ചെറിയ കോമ്പറ്റീഷൻ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജീസിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒക്ടോബറിൽ നന്നായിട്ട് തന്നെ പോവും. അല്ലാത്ത പക്ഷം ഈഗോ ലിഫ്റ്റിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒക്ടോബറിലും തോറ്റുപോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കൊളീഗ്സും പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് കൊളാബറേഷൻ എന്തായാലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല പ്രോബ്ലം എന്തായാലും ഒക്ടോബർ മാസത്തിൽ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്ടോബറിലും സെപ്റ്റംബറിൽ ഉണ്ടായ പോലെ തന്നെ ഉണ്ടാവും. കാരണം നിങ്ങൾ അങ്ങനെയാണ് ആക്ച്വലി ഒക്ടോബറിലും ബിഹേവ് ചെയ്യണത്. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് ഈ ഒക്ടോബറിൽ അവസാനത്തോടെ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. മാരീഡ് ലൈഫിൽ എന്തായാലും ട്രസ്റ്റ് ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ പേഷ്യൻസോടെ ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കരുത്. തലേ കയറി നിരങ്ങാനും കളിക്കരുത്. അവർ പറയുന്നത് കേൾക്കുക മാത്രം ചെയ്യുക. അതിനനുസരിച്ചിട്ട് ഒന്ന് നിന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാരീഡ് ലൈഫ് ഒക്ടോബർ മാസത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല. ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ വലിയ എക്സ്പെൻസ് ഒന്നും എന്തായാലും കാണുന്നില്ല. മൈനർ എക്സ്പെൻഡിച്ചറാണ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഹൗസ് ഹോൾഡ്, പ്രോപ്പർട്ടി, വെഹിക്കിൾസ്, അതിൻ്റെ കേടുപാടിൽ നേരാക്കൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒക്ടോബറിലുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ചെയ്യുക. ഒക്ടോബർ ആദ്യ വാരം തന്നെ കിട്ടിയ പൈസയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിൽ ഗുണം ചെയ്യും. ഇല്ലെങ്കിൽ അതെന്തായാലും ഭാവിയിൽ ഗുണം ചെയ്യുകയില്ല. ആ പൈസ വെറുതെ ലക്ഷറി ഐറ്റംസ്, ആവശ്യമില്ലാത്ത ഐറ്റംസ് വാങ്ങിയിട്ട് നിങ്ങളത് അവിടെ വെക്കും. കാരണം അത് ഒരു ഡിസംബർ ആകുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ ഒരു ഉൽപ്പന്നം ആവശ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ കാശ് കളഞ്ഞു എന്നുള്ള ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്. അത്തം നക്ഷത്രക്കാർ പൊതുവേ നല്ല ഇൻ്റലിജൻ്റ് ആണ്, പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്. അതുപോലെ തന്നെ അവർ പ്രാക്ടിക്കലി ചിന്തിക്കണവും കൊണ്ട് കറക്റ്റ് ഒരു തീരുമാനത്തിലെടുക്കും. ലോജിക്കോടെ ചിന്തിക്കണവും കൊണ്ട് മറ്റുള്ളവർ എന്താ ഇവൻ ഇങ്ങനെ എന്നുള്ള ഒരു വിചാരമൊക്കെ മറ്റുള്ളവർക്ക് എന്തായാലും നിങ്ങളിൽ എന്തായാലും ഉണ്ടാവും. ഹൈലി റിസോഴ്സ്ഫുൾ ആണ്. ടാസ്കിലൊക്കെ നല്ല എഫിഷ്യൻസി എന്തായാലും കാണിക്കും. ഇമോഷണലി എന്തായാലും നല്ല സ്റ്റേബിൾ ആണ്. അതിന് വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പേഷ്യൻസ് നിങ്ങൾക്കുണ്ട്,
പക്ഷെ പലപ്പോഴും അതൊക്കെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു മോഡറേറ്റ് ലീഡർഷിപ്പ് സ്കില്ലാണ് ഉള്ളത്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടാവുന്നെങ്കിൽ അതിലൊരു കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടണം കൊണ്ട് നിങ്ങൾക്കൊരു സീനിയോറിറ്റി എന്തായാലും അവിടുന്ന് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ലൈഫ് ജനറലി എന്തായാലും നിങ്ങൾക്ക് സ്മൂത്താണ്. പക്ഷെ ഒരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് പേഷ്യൻസും കൺസിസ്റ്റൻസിയും കൊണ്ടല്ലാണ്ട് വേറെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾ പല കാര്യത്തിലും ജോലിപരമായിട്ടും കെയർഫുള്ളായിട്ട് പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ പ്ലാനിങ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ബിസിനസ് ഡീലിൽ നെഗോസിയേഷൻ എന്തായാലും കുറേയൊക്കെ സക്സസ് ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും അപ്പോഴും പ്ലാനിങ് തന്നെ നിങ്ങൾ എന്തായാലും സെപ്റ്റംബറിലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുള്ളൂ. സെപ്റ്റംബറിൽ നിങ്ങൾ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ സക്സസ് ഉണ്ടാവില്ല. ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ കുറച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. കരിയർ പരമായിട്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ഒരു ട്രാവൽ ഓപ്പർച്യൂണിറ്റി, ഒരു മൈനർ ആയിട്ടുള്ള ഒരു മുൻഗണനയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കോളീഗ്സ് പാർട്ട്ണറിൻ്റെ ഒപ്പം കോപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഡീലൊക്കെ ക്ലോസ് ചെയ്യണം. ഗ്രാജുവലി സാധനം നടക്കണ പോലെ തന്നെ എന്തായാലും ഒക്ടോബറിൽ നടക്കും. എങ്ങാനും അതിൽ ഡിലേ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ അതിൽ വെറീഡ് ആവേണ്ട ആവശ്യമില്ല, അത് ക്ലോസ് ആയിരിക്കും. ലവേഴ്സിന് എന്തായാലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. അതെന്തായാലും നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ആയിരിക്കും എന്തായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ. പാർട്ട്നേഴ്സിൻ്റെയും ഇതേ തന്നെ പ്രോബ്ലംസ്, മാരീഡ് ലൈഫിൽ ഇതന്നെ പ്രോബ്ലംസ്. എന്തായാലും ഓപ്പൺ ടാക്ക് ചെയ്ത വലിയ പ്രശ്നമൊന്നുമില്ല. പേഷ്യൻസ് കാണിക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഒക്ടോബറിൽ വരില്ല. നിങ്ങൾ പേഷ്യൻസ് കാണിക്കാണ്ടിരുന്നാൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കും നല്ലത്. അതെന്തായാലും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് ഒക്ടോബർ അല്ല, അത് നവംബർ ഡിസംബർ, അത് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇമോഷണലി അതും ഇതൊക്കെ വാങ്ങിക്കൂട്ടാൻ ഒക്ടോബറിൽ സാധ്യത വളരെ കൂടുതലാണ്. അതും കൊണ്ട് കുറച്ച് നോക്കിയും കണ്ടൊക്കെ ചിലവാക്കുക, അത്രേ പറയാനിപ്പോൾ പറ്റുള്ളൂ. എന്നും പറഞ്ഞിട്ട് കടം വാങ്ങിയത് കൊടുക്കാണ്ടിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സേവ് ചെയ്യാണ്ടിരിക്കാനും പാടില്ല. ഒരു ലോങ് ടേം സേവിങ്സ് എന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഷോർട്ട് ടേം ഇടേണ്ടവർക്കും അത് നല്ലത് തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഗുണമേ ചെയ്യുകയുള്ളൂ. ഒക്ടോബർ മാസത്തിൽ എന്തായാലും ഇമോഷൻസ്, പേഷ്യൻസ് വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഫാമിലി പരമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ക്വാളിറ്റി ടൈം ഫാമിലീൻ്റെ ഒക്ടോബറിൽ സ്പെൻഡ് ചെയ്യുക. ബിസിനസ്സിലെ അടുത്ത കാര്യങ്ങളോ വർക്കിലെ അടുത്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അധികം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മുൻതൂക്കവും കിട്ടും. നിങ്ങളെ ആരും പേഴ്സണലി പാര വയ്ക്കാൻ സാധ്യതയും വളരെ കുറവാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ഒക്ടോബറിൽ പോവുക. പ്രകൃതിയിലൂടെ വൈകുന്നേരം നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു മെൻ്റൽ പീസ് നൽകും. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ അനലറ്റിക്കൽ തിങ്കറായിരിക്കും. അവർക്ക് എന്തായാലും ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം കൊണ്ട് ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്തായാലും വേർതിരിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ പണത്തിനായിരിക്കും കൂടുതലും മുൻതൂക്കം കൊടുക്കാറ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് വഴിയും സ്വീകരിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അത് പുറത്ത് പെട്ടെന്ന് കാണിച്ചു എന്ന് വരില്ല. പക്ഷെ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയണം കൊണ്ട് പലർക്കും ദേഷ്യം വരും, ചിലർക്ക് പേടിയും ഉണ്ടാവും. നിങ്ങൾ കാര്യം പറയുന്നതാണ്, പക്ഷെ സ്റ്റൂ ബോൺ ആയതും കൊണ്ട് എല്ലാവർക്കും ഒരു പേടി നിങ്ങളിൽ എന്തായാലും ഉണ്ടാവും. അത് നല്ലത് തന്നെയാണ്. നിങ്ങൾ എന്തായാലും സുഖലോലുപമായിട്ട് എപ്പോഴും ജീവിക്കാറുള്ളൂ. ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ആവാനും സാധ്യത വളരെ കൂടുതലുമാണ്. ഈ ഒക്ടോബർ മാസത്തിൽ എന്തായാലും പുതിയ അവസരങ്ങൾ, ഒരു ഫോറിൻ ചാൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു പേപ്പർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങളാണ് അതിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങേണ്ടത്, അല്ലാതെ പോയിട്ട് കാര്യമില്ല. ബിസിനസ്സിൽ എന്തായാലും ഒക്ടോബറിൽ പുതിയ ഡീല് ക്ലോസ് ചെയ്യും. പ്രോഫിറ്റ് എന്തായാലും വർദ്ധിക്കും. ആരായിട്ടും വലിയ സൗഹൃദം എന്തായാലും ആ കാര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് എന്തായാലും പ്രശ്നമേ ഭാവിയിൽ ഉണ്ടാവുകയുള്ളൂ. കോളീഗ്സ്, പാർട്ട്നേഴ്സ് എന്നിവയിലെല്ലാം നല്ല സൗഹൃദത്തിൽ എന്തായാലും നിൽക്കണം. എന്ന് പറഞ്ഞിട്ട് അന്ധമായിട്ട് വിശ്വസിക്കണം എന്നല്ല, അവരെ ഒന്ന് അകറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ പാർട്ട്ണറിൻ്റെ എന്തായാലും വിശ്വാസം പുലർത്തണം, പേഷ്യൻസ് കാണിക്കണം. ക്ഷമ കാണിച്ചില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്.
ലവേഴ്സിൻ്റെ ആണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും, പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതിന് കഴിഞ്ഞു എന്ന് വരില്ല. കാര്യങ്ങൾ നേരിട്ട് മുഖത്ത് നോക്കി പറയും. ഇമോഷണലി ചിലപ്പോൾ ബിഹേവ് ചെയ്യണം കൊണ്ട് അത് അവർ ഹേർട്ട് ആവുന്ന രീതിയിലായിരിക്കും നിങ്ങൾ പറയുക. അതും കുറച്ച് പ്രശ്നമാവാൻ ഒക്ടോബറിൽ സാധ്യത വളരെ കൂടുതലാണ്. ഒക്ടോബർ മാസത്തിൽ ലോങ് ടേം സേവിങ്സ് തുടങ്ങാൻ നല്ലൊരു സമയമാണ്. കടങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ തീർത്തോളൂ. വെറുതെ ആവശ്യമില്ലാത്ത ലക്ഷറി ഐറ്റംസ് നിങ്ങൾ ഒക്ടോബറിൽ വാങ്ങരുത്. അതെന്തായാലും നിങ്ങൾക്ക് ഭാവിയിൽ വലിയ ഗുണമൊന്നും എന്തായാലും ചെയ്യുകയില്ല. മാരീഡ് ലൈഫിൽ പാർട്ട്നേഴ്സിനോട് എന്തായാലും പേഷ്യൻസ് പുലർത്താം. ട്രസ്റ്റ് ഇഷ്യൂസ് എന്തായാലും നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇൻകം എന്തായാലും സ്റ്റഡി ആയിരിക്കും. ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് നിങ്ങൾക്ക് തപ്പാവുന്നതാണ്. വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലുമാണ്. ഒക്ടോബറിൽ ഓവർ സ്പെൻഡിങ് വേണ്ട. അതുപോലെ ക്വാളിറ്റി ടൈം എന്തായാലും ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് എന്തായാലും സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഓവർ തിങ്കിങ് വേണ്ട. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവും. ഈ ഒബ്സ്റ്റാക്കിൾസ് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു മാർഗം എന്തായാലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. എന്തായാലും പ്രാക്ടിക്കൽ തിങ്കിങ് മാത്രം ചെയ്യുക. ഇമോഷണലി ഒരു തീരുമാനം നിങ്ങൾ എടുക്കരുത്. ചോതി നക്ഷത്രക്കാർ പൊതുവേ നല്ല പൈസ ഉള്ളവരായിരിക്കും. നിങ്ങൾക്ക് പൈസ എങ്ങനെ ഉണ്ടാക്കണം നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇമോഷണലി എന്തായാലും ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ലോജിക്കോടെ നിങ്ങൾ തിങ്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ അധികം ആർക്കും പെട്ടെന്ന് പറ്റില്ല. പക്ഷെ കൂടെയുള്ളവർ ചതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ആരെയും അധികം വിശ്വസിക്കുകയില്ല, അധികം അടുപ്പിക്കുകയുമില്ല. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് അധികം ഉണ്ടാവാറുമില്ല. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് മിക്കവർക്കും പറ്റാത്തതുകൊണ്ട് പലരുടെയും വെറുപ്പ് നിങ്ങൾ അധികം സമ്പാദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ സോഫ്റ്റ് നാച്ചർ ഉള്ളവരാണ്. അതുകൊണ്ട് ഹേർട്ട് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണവും കൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു ജലസി ഉണ്ടാവും. അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ജീവിതാവസാനം വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒക്ടോബർ മാസത്തിൽ പുതിയൊരു ബിസിനസ് ഡീൽ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അത് നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ജോബിൽ പുതിയ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് ഇതൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്തായാലും ഒക്ടോബർ ഉണ്ടാവും. കൊളീഗ്സിൻ്റെ അടുത്തും പാർട്ട്ണറിൻ്റെ അടുത്തും നല്ല രീതിയിൽ പെരുമാറുക മാത്രം ചെയ്യുക. അത് മോശമായ അത് കുറച്ച് നല്ല മോശം തന്നെ ഭാവിയിലാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പാർട്ട്നേഴ്സായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഓവർ ഇമോഷണലി അധികം അവർ അടുക്കാണ്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇമോഷണലി അടുത്ത് വേണം. ഇനി ഒരു ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാവണം. എന്നാൽ ഓവർ ഡിസ്റ്റൻസ് നിങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല. മാരീഡ് ലൈഫിൽ ട്രസ്റ്റ് ഇഷ്യൂ ഒക്ടോബർ അവസാനമാകുമ്പോൾ സ്ലോലി കുറച്ച് സെറ്റിലാവും. അന്നത് പൂർണ്ണമായിട്ടും ശരിയാവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലവേഴ്സിൻ്റെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ക്ലിയർ ആവും. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത് നിങ്ങളുടെ പേഷ്യൻസ് അനുസരിച്ചിട്ട് ഇരിക്കും. ആൾറെഡി സ്റ്റഡി ആയിരിക്കും. കിട്ടേണ്ടെന്നല്ല കിട്ടും. ചിലർക്ക് എന്തായാലും എക്സ്ട്രാ സോഴ്സ് ഉണ്ടാവും. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഒക്ടോബറിൽ നിങ്ങൾക്ക് നല്ല ഗുണം തന്നെ ചെയ്യും. പഴയ കടം ഉണ്ടെങ്കിൽ അത് തീർക്കുന്നതായിരിക്കും നല്ലത്. ഒരു വെഹിക്കിൾ പർച്ചേസ് എന്തായാലും ഉണ്ടാവും. അതിൽ കൂടുതൽ ചിലവ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. സെപ്റ്റംബറിലുണ്ടായ സ്ട്രെസ് പ്രോബ്ലം ഗ്രാജ്വലി എന്തായാലും ഒക്ടോബർ ആകുമ്പോൾ അതെന്തായാലും കുറയും. വേറെ ഡൈജഷൻ പ്രോബ്ലം അങ്ങനെയുള്ള ചെറിയ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാവും എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ മരുന്നെടുക്കുക, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക. എന്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഒക്ടോബറിൽ ചെയ്യാം. ഒക്ടോബറിൽ ഓവർ സ്പെൻഡിങ് ഒഴിവാക്കുക. ക്വാളിറ്റി ടൈം പാർട്ട്നേഴ്സായിട്ടോ ഫാമിലി ആയിട്ടോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഭാവിയിൽ ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. പേഷ്യൻസും പ്രാക്ടിക്കൽ അപ്രോച്ച് നിങ്ങൾ ബിസിനസ്സിൽ കാണിക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവാം. വിശാഖ നക്ഷത്രക്കാർ പൊതുവെ ഡിറ്റർമൈൻഡ് ആണ്. അവർക്ക് എന്തായാലും ഒരു കൂട്ടത്തിൽ നയിക്കാൻ നല്ല കഴിവുണ്ട്. കാര്യങ്ങളൊക്കെ ഇവരെന്തായാലും വെട്ടിത്തുറന്ന് പറയുന്ന കൂട്ടത്തിലായിരിക്കും. നിങ്ങൾ ഡിറ്റർമൈൻഡ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ എന്തായാലും അതൊന്നും ഒരു പിന്മാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും മനസ്സ് എപ്പോഴും ചഞ്ചലമായിട്ട് പോകാനാണ് സാധ്യത എപ്പോഴും നിങ്ങൾക്ക് കാണുന്നത്. ഡീപ്പ് ഇമോഷനാണ്. അതുകൊണ്ട് സ്നേഹമായാലും വെറുപ്പായാലും ക്ഷമയായാലും എല്ലാം കൂടുതലാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് പലപ്പോഴും പൊസസീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യും.
നിങ്ങൾ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്, പക്ഷെ പലപ്പോഴും പൈസയുടെ പ്രോബ്ലം ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അപ്പോഴും നിങ്ങൾ സ്വാർത്ഥരാണ് എന്ന് മറ്റുള്ളവർ പറയാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് കൂടുതലായിരിക്കും, പക്ഷെ എങ്ങനെയായാലും ഫൈനലി വിജയം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ജോബിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും, അത് പ്രമോഷൻ, ട്രാൻസ്ഫർ, ജോബ് ചേഞ്ച് ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ്സിൽ പുതിയ ഡീൽ എന്തായാലും വിജയകരമാകും. കോമ്പറ്റീഷൻ എന്തായാലും മറികടക്കാനും നിങ്ങൾക്ക് എന്തായാലും കഴിയുകയും ചെയ്യും. ഒരു ഫോറിൻ കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒക്ടോബറിൽ നന്നായി നോക്കിക്കോളും, നിങ്ങൾക്ക് എന്തായാലും ഒരു സക്സസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ലവേഴ്സിൻ്റെ ഇടയിൽ സെപ്റ്റംബറിൽ ഉണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒക്ടോബറിൽ നിങ്ങൾ സംസാരിച്ചാൽ കുറയും, ഓട്ടോമാറ്റിക്കലി കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഈഗോ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്തായാലും അത് പ്രശ്നമാവും. അങ്ങനെ ഈഗോ കെട്ടിപ്പിടിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരില്ല, എന്തായാലും സോൾവ് ആവും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും ഒരു ഓപ്പൺ ടാക്കൊക്കെ ഉണ്ടെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും അത് നേരെയാവും. ഇനി ആ പ്രശ്നം നേരെയാവില്ല, എത്ര ശ്രമിച്ചാലും നേരെയാവില്ല എന്നാണ് മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്നതെങ്കിൽ അതെന്തായാലും നേരെയാവാനൊന്നും പോകുന്നില്ല. സിംഗിൾ ആയിരിക്കൊരു പ്രപ്പോസൽ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചാടി കയറിയിട്ട് അത് നശിപ്പിച്ച് കളയരുത്. എന്തൊക്കെയായാലും ഒരു ബൗണ്ടറി വെക്കുന്നത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ഇമോഷണൽ റിയാക്ഷൻ കുറച്ച് ലവ് ലൈഫ് എന്തായാലും നിങ്ങൾക്കൊരു ഹാർമണി നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇൻകം സ്റ്റഡി ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. വേറൊരു ഔട്ട്സോഴ്സ് ഇൻകം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന കടങ്ങൾ തന്നെയാണ്, അത് വേഗം തീർക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഹൗസ്, വെഹിക്കിൾ, പ്രോപ്പർട്ടി സംബന്ധിച്ചിട്ട് എന്തായാലും ഒരു ചിലവുകൾ എന്തായാലും നിങ്ങൾക്ക് വരാം. ലോങ് ടേം സേവിങ്സ് തുടങ്ങാൻ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സമയമാണിത്. മെൻ്റൽ സ്ട്രെസ് എന്തായാലും കുറയും. അതുപോലെ ഡൈജഷൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും നേരാവുകയും ചെയ്യും. ബിസിനസ് കാര്യങ്ങളിൽ എന്തായാലും ഒക്ടോബറിൽ നിങ്ങൾ പേഷ്യൻസ് കാണിക്കുക, ക്ഷമയോടെ ക്ലയൻറ്റ് പറയണതോ മറ്റുള്ളവർ പറയുന്നതും കേൾക്കുക. പക്ഷെ എപ്പോഴും തീരുമാനം നിങ്ങളുടെ ആയിരിക്കണം എന്ന് മാത്രം. വേറെ ഒന്നും എടുത്ത് ചാടിയിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് ഓപ്പൺ ടാക്ക് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. ഇല്ലെങ്കിൽ വെറും അടി കൂടാനുള്ള ടൈം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഓവർ സ്പെൻഡിങ് ഒഴിവാക്കുക, ലക്ഷറി ഐറ്റംസ് ഒന്നും വാങ്ങാതിരിക്കുക. അതൊന്നും നിങ്ങൾക്ക് വലിയ ആവശ്യമുള്ള സാധനങ്ങളായിരിക്കില്ല, അതൊക്കെ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് ഓവർ സ്പെൻഡിങ് വേണ്ട. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർ പൊതുവെ നല്ല കെയറിങ് ആണ്, നല്ല കമ്പാഷനേറ്റ് ആണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ നല്ല താല്പര്യം ഉണ്ടാവും. നിങ്ങൾ പാർട്ട്ണറെ നന്നായിട്ട് കെയറും ചെയ്യും. നിങ്ങൾ അതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസിബിൾ ആണ്, ഡിസിപ്ലിൻ ആണ്. കാര്യങ്ങളെല്ലാം ചിട്ടയായിട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് പഞ്ചലായിട്ടെല്ലാം നിങ്ങൾ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും മറ്റുള്ളവർക്ക് പറ്റാറുമില്ല. പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ട് പോവാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഇമോഷണലും ആണ്, സെൻസിറ്റീവും ആണ്. അതുകൊണ്ട് സ്ട്രോങ് ഫീലിങ്സ് ആണ്, ഭയങ്കരമായിട്ട് ഡിറ്റാച്ച് ആവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഇതിൽ ഉണ്ട്. അതുകൊണ്ട് പലർക്കും നിങ്ങൾ നല്ലൊരു ടോക്സിക് ആയിരിക്കും. ചിലർക്ക് ആ ടോക്സിസിറ്റി നല്ല ഇഷ്ടമായതും കൊണ്ട് നിങ്ങൾക്ക് അത് ഗുണം മാത്രമേ ചെയ്യാറുള്ളൂ. പ്രോബ്ലംസിൽ ലോജിക്കലി ആനലൈസ് ചെയ്യാനും അതിൽ സൊല്യൂഷൻ കണ്ടെത്താനും നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. പക്ഷെ പലപ്പോഴും സ്റ്റൂ ബോണായി പോകണം കൊണ്ട് ഇമോഷണലി ഒരു തീരുമാനം ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എടുക്കും. അങ്ങനെ സ്റ്റൂ ബോണാവാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടും എടുത്ത തീരുമാനം എന്തായാലും കറക്റ്റായി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ഉണ്ടാവും. അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ അപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയരത്തിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ നിങ്ങൾ വെറുതെ ഓടിക്കൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലീഡർഷിപ്പിൽ നല്ല എബിലിറ്റി ഉണ്ട്. നാച്ചുറലായിട്ട് എന്തായാലും മുന്നോട്ട് പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ ജോബിൽ എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എന്തായാലും വരും. കരിയർ ഗ്രോത്തിൽ പ്രമോഷൻ, ന്യൂ എക്സൈറ്റ്മെൻറ്റ്, അതിൻ്റെ പേരിൽ ട്രാവൽ, ഇത് കൂടുതലും നിങ്ങളെ മടുപ്പിക്കാനാണ് സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നത്. ബിസിനസ് ഡീൽ എന്തായാലും നടക്കും. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റണ ഒരു പ്രശ്നമേ നിങ്ങൾക്കുള്ളൂ. അല്ലാണ്ട് വേറെ കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അവരെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താ ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് നിരീക്ഷിക്കുക മാത്രം ചെയ്താൽ മതി. അതുപോലെ കോവർക്കേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് നല്ല രീതിയിൽ കൊളാബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് താഴ്ന്നു കൊടുക്കാനും പാടില്ല. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ
ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അതിൽ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫുൾ ട്രസ്റ്റ് എന്തായാലും വരില്ല. പക്ഷെ ഒരു പരിധി വരെ അത് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ എന്തായാലും മുന്നോട്ട് പോകും. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വീണ്ടും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് ക്ഷമിച്ചു വിട്ട് ലാസ്റ്റ് സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ കളയരുത്. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഇപ്പോൾ ഒരു പ്രപ്പോസൽ വന്നാലും ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്താലും അങ്ങനെ ഒരു ഇൻഫാക്ച്വേഷനോ ഒരു ഇഷ്ടമൊക്കെ ആരുടെ അടുത്ത് ചോദിച്ചാലും ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കരുത്. പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് പോകും. അതും ആരോടും ഓവർ അറ്റാച്ച്മെൻറ്റ് അധികം കാണിക്കരുത്. അവർ തെറ്റിദ്ധരിച്ചിട്ട് ഒഴിവാക്കാനേ നിങ്ങൾ ശ്രമിക്കുകയുള്ളൂ. ഒക്ടോബറിൽ ലോങ് ടേം സേവിങ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുക. പൈസ കിട്ടണമെങ്കിൽ ആദ്യം ഒരു 65% സേവിങ്സിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ യു ആർ ലക്കി. ഭാവിയിൽ നന്നായിട്ട് പോവും. ഇല്ലെങ്കിൽ നല്ല പ്രശ്നം ഉണ്ടാക്കും. കടങ്ങളുണ്ടെങ്കിൽ അത് എന്തായാലും കൊടുത്തു തീർക്കുക. അതെന്തായാലും ഒക്ടോബറിൽ നിങ്ങൾക്ക് കുറച്ച് മനസമാധാനം കിട്ടും. കണ്ണ്, ത്രോട്ട്, ഡൈജഷൻ പ്രോബ്ലം നിങ്ങൾ എന്തായാലും ഒക്ടോബറിൽ ഒന്ന് കെയർ ചെയ്യുക തന്നെ വേണം. ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കലൊന്നും നിങ്ങൾക്ക് എന്തായാലും അനുയോജ്യമായിരിക്കില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പേഷ്യൻസും പ്രാക്ടിക്കൽ അപ്രോച്ചും ഉണ്ടെങ്കിൽ ഒക്ടോബറിൽ ബിസിനസ്സിൽ എന്തായാലും വിജയിക്കാൻ കഴിയും. അതുപോലെ ക്വാളിറ്റി ടൈം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അതെന്തായാലും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. മൂലം നക്ഷത്രക്കാർ പൊതുവേ നല്ല ഡിറ്റർമൈൻഡ് ആയിരിക്കും. അതായത് ഒരു ലക്ഷ്യം കണ്ട എങ്ങനെയെങ്കിലും അത് നേടണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം നിങ്ങൾ പ്രയത്നിക്കും. പക്ഷെ നിങ്ങൾക്ക് കുറേ ലേസിനെസ് ഉണ്ട്. കാര്യങ്ങൾ ചിലപ്പോൾ പകുതിയിൽ നിന്ന് ഇട്ടിട്ട് പോണ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. കാരണം ഒപ്പം തന്നെ നിങ്ങളിങ്ങനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്തും കൊണ്ടേയിരിക്കും. ഞാനിത് ചെയ്യണോ വേണ്ടയോ, അങ്ങനെയുള്ള ഓവർ തിങ്കല്ല, ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ അത് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സെന്നെ പറഞ്ഞു തരും. അതുകൊണ്ട് ചിലപ്പോൾ ബാക്ക് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പലർക്കും ഇല്ലാത്ത ഒരു ഗുണം അത് നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സ് എന്ത് പറയണോ അത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവർ പറയണ കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റരുത്. ആ സമയത്ത് നിങ്ങൾ തോറ്റു പോവുകയായിരിക്കും. പക്ഷെ ആ തോൽവി ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾ ഇമോഷണലും ആണ്, സെൻസിറ്റീവും ആണ്. അതുകൊണ്ട് ഡീപ്ലി എല്ലാവരുടെ അടുത്ത് അറ്റാച്ച് ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമാവും, നിങ്ങൾക്ക് ഹേർട്ടാവും. അതുകൊണ്ട് അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ഇൻബോൺലി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക. വിഷമം വന്നാൽ വിഷമിക്കുക, കരയാൻ വന്നാൽ കരയുക, ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടുക. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കറേജിയസ് ആൻഡ് അഡ്വഞ്ചറുമാണ് നിങ്ങൾ. നല്ല ധൈര്യമാണ്. എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ നല്ല ഉത്സാഹമായിരിക്കും, അഡ്വഞ്ചർ ആയിരിക്കും. ഇങ്ങനെ കാട് കയറുക, മല കയറുക, അതുപോലെ നീന്തൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. കാരണം നിങ്ങൾ അഡ്വഞ്ചർ ആയതും കൊണ്ട്. ഒരു ഹെൽപ്പിംഗ് നേച്ചറാണ്. ഉള്ളത് മൊത്തത്തിൽ എടുത്തു കൊടുക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കുക. നോ എന്ന വാക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക തന്നെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേഴ്സണലി കയറി വരും. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം കൊണ്ട് നിങ്ങൾ ഡൗൺ ആവും. നിങ്ങളുടെ ആവശ്യത്തിന് വാങ്ങിച്ചാൽ അവരെ കിട്ടുകയില്ല. കുറേ ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതെന്തായാലും പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതായിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസ് സാധാരണ ഉണ്ടാവാറുള്ളത്. കരിയറിൽ ന്യൂ റെസ്പോൺസിബിലിറ്റി, അസൈൻമെൻറ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി. അത് നിങ്ങളുടെ മുതലാളി തന്നല്ലേ, എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കരുത്. വേണമെച്ചാൽ ജോലി പോവുമായിരിക്കാം, പക്ഷേ തീരുമാനം നിങ്ങളുടെ ആവണം. പറ്റുന്ന പണിയാണെങ്കിൽ മാത്രം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ സമയത്തിന് വേണ്ടി മാത്രം കൂടുതൽ മുൻതൂക്കം കൊടുക്കുക. ജോബ് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉള്ളത് പോവാനും സാധ്യതയുണ്ട്. അപ്പോഴെന്തായാലും ഒന്ന് ട്രാവൽ ചെയ്യുക. വീട്ടിൽ കുത്തിയിരിക്കരുത്. കുറച്ച് ഇമോഷണലി ഡൗൺ ആയതൊന്ന് മാറ്റിത്തരാൻ ഇതെന്തായാലും സഹായിക്കും. ബിസിനസ് ഡീലെല്ലാം എന്തായാലും വലിയ പ്രശ്നമില്ലാണ്ട് പോവും. അതിന് പ്രശ്നമൊന്നുമില്ല. കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അതൊന്നും കാര്യമാക്കൊന്നും വേണ്ട. എന്തായാലും നിങ്ങൾക്ക് മേലെ എന്തായാലും അവർ വരാൻ സാധ്യത വളരെ കുറവാണ്. കൊളീഗ്സ്, പാർട്ട്നേഴ്സ്, അതുപോലെ വർക്കേഴ്സ്, കോവർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ നന്നായിട്ട് പെരുമാറാൻ ഒക്ടോബറിൽ എന്തായാലും നിങ്ങൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നല്ല പണി തന്നെ നിങ്ങൾക്ക്
ഭാവിയിൽ നവംബർ ഡിസംബറിൽ എന്തായാലും കിട്ടും. ഓവർ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും കാണിക്കാണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പാർട്ട്ണറായിട്ട് ട്രിപ്പ് പോവുകയാണെങ്കിലും ഒരു കയ്യേറ്റം സ്മൂത്തായിട്ട് മാത്രമേ പാടുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ കയ്യേറ്റം തന്നാൽ ചിലപ്പോൾ വിഫലമാവും ഉണ്ടാവുക. ഒരു ഓപ്പൺ ടാക്കിന് ശേഷം അവരെ ഒരു ക്യൂരിയോസിറ്റിയിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ നീക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ഗ്രാജ്വലി കുറയും. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറഞ്ഞാൽ മാത്രം മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ പിന്നെ ആ ബന്ധം അധികം തുടരുന്ന അത്ര നന്നായിരിക്കില്ല. പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഓപ്പൺ ടാക്ക് ഉണ്ടെങ്കിൽ അതെന്തായാലും നന്നായിരിക്കും. നിങ്ങൾ അധികം ട്രിപ്പൊന്നും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് ഗുണം ചെയ്യും. പക്ഷെ വല്ലവരുടെയും ട്രിപ്പ് പോവുകയാണെങ്കിൽ രണ്ടുപേരും മാത്രം പോവുക, അതായിരിക്കും ഗുണം ചെയ്യുക. ഒക്ടോബറിൽ ഇൻകം സ്റ്റഡിയൊക്കെ ആയിരിക്കും, പക്ഷെ എന്തായാലും കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് പോവാൻ സാധ്യത നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പൈസ എന്തെങ്കിലും ഒക്ടോബറിൽ വരികയാണെങ്കിൽ ആദ്യം തന്നെ ഉള്ളത് മൊത്തം ചിലവിലേക്ക് നിങ്ങൾ മാറ്റരുത്, നിങ്ങൾക്കത് ഗുണം ചെയ്യില്ല. ഒരു ഒക്ടോബർ 20 വരെ ആ ഒരു എമൗണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒക്ടോബർ 20 വരെ ഒന്നും പർച്ചേസ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുണം എന്തായാലും ഒക്ടോബറിൽ ഉണ്ടാവും. ഒക്ടോബറിൽ മെൻ്റൽ സ്ട്രെസ് എന്തായാലും കുറയും, ഫാറ്റീഗ്, ഡൈജഷൻ പ്രോബ്ലംസ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഈഗോ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒക്ടോബറിൽ ആ മാസം കടന്നു പോകാൻ നിങ്ങൾ നന്നായിട്ട് തന്നെ കഷ്ടപ്പെടും. പേഷ്യൻസ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓപ്പൺ ടാക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ പോവും. ഓവർ സ്പെൻഡിങ് വേണ്ട, ലക്ഷറി ഐറ്റംസ് വാങ്ങരുത്, ജീവനില്ലാത്ത ഐറ്റംസ് ഒന്നും വാങ്ങാൻ എന്തായാലും ഒക്ടോബറിൽ നിൽക്കരുത്. നക്ഷത്രക്കാർ കുറച്ച് ഡിറ്റർമൈൻഡ് ആണ്, അംബീറ്റിയസ് ആണ്. എന്തെങ്കിലും കാര്യം കണ്ടാൽ എനിക്കത് നേടണം അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്കുണ്ടാവും. അതിനു വേണ്ടി എന്തായാലും പ്രവർത്തിക്കും. എന്തെങ്കിലും ഒരു സാധനം കണ്ടാലും എന്തെങ്കിലും ഒരു പെണ്ണിന് കണ്ടാലും നിങ്ങൾക്കത് നേടണം എന്നൊരു തോന്നലേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം കൊണ്ട് നിങ്ങൾ വലിയ കുഴപ്പത്തിലൊന്നും കാര്യമായിട്ട് പെടാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുപോലെ നിങ്ങൾ പഞ്ച്വാലിറ്റിയാണ്, ഓർഗനൈസ്ഡ് ആണ്. അതും കൊണ്ട് ആരുടെ മുന്നിലും വലിയ താഴ്ന്നു കൊടുക്കാൻ നിങ്ങൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. മറ്റുള്ളവരെ അനുസരിപ്പിക്കാനും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇമോഷണൽ ആൻഡ് കെയറിങ് ആണ്. ക്ലോസ് റിലേഷൻഷിപ്പിൽ എന്തായാലും ഡീപ്പ് അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ കാണിക്കും. അതുകൊണ്ട് പൊസസീവ്നെസ് നന്നായിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആൻഡ് സ്കില്ല് നന്നായിട്ടുണ്ട്. ആർട്ട്, ക്രാഫ്റ്റ്, ടെക്നിക്കൽ സൈഡൊക്കെ നല്ല കഴിവുണ്ട്. റൈറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. അതൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആൻഡ് ഉണ്ടാവും. ജനിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലീഡർഷിപ്പ് സ്കില്ലുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ എങ്ങനെ നയിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഇൻബോണായിട്ട് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒക്ടോബർ മാസത്തിൽ കരിയറിൽ, ജോലിയിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും പുതിയൊരു അസൈൻമെൻറ്റ് ലഭിക്കും. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അത് സ്വീകരിക്കുക. നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നണമെങ്കിൽ അത് അപ്പം തന്നെ നോ എന്ന് പറയാൻ മടിക്കരുത്. അതെന്താ കാരണം എന്നും കൂടി കറക്റ്റായിട്ട് പറയുക. അവിടെ എക്സ്ക്യൂസ് അല്ല പറയേണ്ടത്. ആ കാരണം കറക്റ്റ് ആണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുകയില്ല. ഒരു ജോബ് ചേഞ്ച് ഉണ്ടാവും. ജോബ് ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു പ്രമോഷനോ ഒരു ട്രാവലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെന്തായാലും അക്സെപ്റ്റ് ചെയ്യുക. അത്രയും എനിക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. ബിസിനസ് ഡീലിൽ സക്സസ് സാധ്യതയുണ്ടാവും. കൊളാബറേഷനും മെയിൻറ്റെയിൻ ചെയ്യുക. ലവേഴ്സിൻ്റെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ സാധ്യത കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഒരുപാട് ശല്യം ചെയ്യാൻ പോവാണ്ടിരിക്കുകയാണ് നല്ലത്. അവർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യണത് ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. അവർ ഒരു മിണ്ടാട്ടോ ഇല്ലെങ്കിൽ നിങ്ങളും ഒന്നും മിണ്ടാൻ പോകരുത്. അങ്ങനെ ഒരു ബിഹേവ് എന്തായാലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഇതാണെങ്കിൽ അവരൊരു മിണ്ടാട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു ഓപ്പൺ ടാക്കിന് നിങ്ങൾ എന്തായാലും ആ സിറ്റുവേഷൻ ഒതുക്കണം, ഒരുക്കിയേ പറ്റുള്ളൂ. ഓപ്പൺ ടാക്കിൽ ഓവർ ഇമോഷണൽ റിയാക്ഷൻ ഒഴിവാക്കിയാൽ അത് സ്മൂത്ത് ആവാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഒരുപാട് സ്മൂത്ത് ഒന്നും ആവില്ല. അത് മെല്ലെ മെല്ലെ നിങ്ങൾ സ്മൂത്ത് ആക്കാൻ ശ്രമിക്കുക. ഇൻകം സ്റ്റഡി, എക്സ്ട്രാ ഇൻകം സോഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് പൈസ വരുന്നത് അങ്ങനെ തന്നെ പോവും. ആൾറെഡി നിങ്ങൾക്ക് കടം ഉള്ളത് കൊണ്ട് ആ പൈസ എന്തായാലും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ മെച്ചമൊന്നും എന്തായാലും ഒക്ടോബറിൽ കാണാൻ സാധ്യതയില്ല. പ്രോപ്പർട്ടി, വെഹിക്കിൾ,
അതിൻ്റെയൊക്കെ കേടുപാട് വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ലോങ് ടേം സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മെന്റൽ സ്ട്രെസ് ആണ് ഒക്ടോബറിൽ ഉണ്ടാവുക. മെന്റൽ സ്ട്രെസ് കാരണം ബാക്കിയുള്ള BP ഷുഗർ പ്രോബ്ലംസിലൊക്കെ വേരിയേഷൻസ് നിങ്ങൾക്ക് വരാം. ആ മെന്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ കാമായിട്ടുള്ള ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നല്ല രീതിയിലോ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാനാണ് ഇഷ്ടം ആ കാര്യങ്ങളിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ മെന്റൽ സ്ട്രെസ് കമ്മിയാക്കാം. പരമാവധി കൂടുതൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഓവർ സ്പെൻഡിങ് എന്തായാലും നിങ്ങൾ ഒക്ടോബറിൽ അവോയ്ഡ് ചെയ്യണം. പാർട്ട്ണറായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസ് ബിസിനസ്സിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബറിൽ കുറച്ച് ഗുണം ചെയ്യും. പൂരാട നക്ഷത്രക്കാർ പൊതുവെ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെന്റ് വേണം. നിങ്ങൾ നല്ല പൊസസീവ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ വെളിയിൽ ഞാൻ ഇതൊന്നും അല്ല, ഞാൻ കുറച്ച് ഡാർക്കാണ് എന്ന് കാണിക്കണ രീതി നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾ ഉള്ളിലൊന്ന് പറയുന്നതൊന്ന് ചെയ്യുന്നത് ഒന്നായിരിക്കും. നിങ്ങൾ ഒരു സാധാരണയിലും സാധാരണക്കാരൻ തന്നെ ആയിരിക്കും. നിങ്ങൾ ഗോൾസിന് വേണ്ടി ഡിറ്റർമൈൻഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു ലക്ഷ്യബോധം ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്തായാലും സക്സസ് ഉണ്ടാവും. തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്സ് ആൻഡ് ഡൗൺസ് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അത് കാര്യമാക്കേണ്ട. എന്തായാലും ഫൈനലി റിസൾട്ട് നിങ്ങൾക്ക് അനുയോജ്യം തന്നെയായിരിക്കും. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അത് ധൈര്യത്തോടെ നിങ്ങൾ എന്തായാലും നേരിടും. അതിന് വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. സ്പിരിച്വൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഭക്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഡ്രാമാറ്റിക് ആക്ടിവിറ്റീസ് റിച്വൽസ് ഇതിലൊക്കെ നിങ്ങൾക്ക് നല്ല കമ്പം കൂടുതലായിരിക്കും. ഈ ഒക്ടോബർ മാസത്തിൽ ബിസിനസ് പരമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയി കിട്ടും. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. കോമ്പറ്റീറ്റേഴ്സ് എന്ത് വിചാരിക്കണോ അതിനെല്ലാം തടയിടാൻ നോക്കുക. അതിനെക്കാട്ടിലും കൂടുതൽ സ്കോർ ചെയ്യാൻ നോക്കുക. വർക്ക് പരമായിട്ട് വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്ത് തീർക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ മുന്നിട്ട് നിന്നിട്ട് ഒരു കാര്യം എന്തായാലും എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. അത് പറ്റുകയാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. എന്തായാലും ഓട്ടോമാറ്റിക്കലി ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വരികയും ചെയ്യും. ക്ഷമ കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കുറച്ച് പരിങ്ങലിലാവും. അത് ഒക്ടോബറിൽ നിങ്ങൾ നോക്കണം. എന്താ വെച്ചാൽ ഓപ്പൺ ടാക്ക് ചെയ്യൂ. അത് മാത്രമേ ഇപ്പോൾ രക്ഷയുള്ളൂ. അതുപോലെ ലവേഴ്സ് ആണെങ്കിലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ ഓട്ടോമാറ്റിക്കലി പൂരാട നക്ഷത്രക്കാർ അങ്ങനെ ഒരുപാട് താഴ്ന്നു കൊടുക്കാൻ നിൽക്കില്ല. പൂരാട നക്ഷത്രപ്പെട്ട സ്ത്രീ ആണെങ്കിൽ പിന്നെയും വെയിറ്റ് ചെയ്തിട്ട് ഒരു ഹിൻ്റെങ്കിലും ഇട്ട് കൊടുക്കും. പുരുഷന്മാർ ചിലപ്പോൾ അതും ചെയ്തു എന്ന് വരില്ല. അതുകൊണ്ട് ഈഗോ ക്ലാഷ് ആവാണ്ടിരിക്കുക. വേണമെച്ചാൽ ഓപ്പൺ ടാക്ക് ചെയ്താൽ പിന്നെയും നന്നാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുതിരാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ മുതിർന്നിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് താഴ്ന്നു കൊടുത്ത് നോക്കൂ. അപ്പോൾ റിസൾട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. അതുപോലെ ഇപ്പോൾ ഒന്നാവുക തന്നെയാണെങ്കിൽ ഓവർ റിയാക്ഷനൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് കയ്യിൽ നിന്ന് പോവും. കുഴപ്പമില്ല, എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് വിടാനും പാടില്ല. എന്നാൽ കുറച്ച് മൈൽഡ് ടോക്സിക് ആവുകയും വേണം. എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റൂ ബോൺ ചെയ്യാൻ പാടില്ല. അവരെന്തായാലും കയ്യിൽ നിന്ന് പോകും. പേഷ്യൻസ് കാണിക്കുകയാണെങ്കിൽ ഒരു മെൻ്റൽ ഫാറ്റീഗ്, സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നും ഒക്ടോബറിൽ നിങ്ങൾക്ക് എന്തായാലും വരില്ല. പക്ഷെ അതെന്തായാലും ചിലപ്പോൾ ഒരു പ്രശ്നമാവും. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം സേവിങ്സ് നന്നായിട്ട് തന്നെ ഉപകാരപ്പെടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ ഏത് രീതിയിൽ വേണിച്ചാലും ചെയ്യാം. കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കാൻ സാധ്യത കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയാത്തത്. കാരണം അത് മുന്നേ വാങ്ങിയ കടം തീർക്കാൻ തന്നെ നിങ്ങൾക്കത് ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇൻകം എന്തായാലും പൂരാട നക്ഷത്രക്കാർ സ്റ്റഡി ആയിരിക്കും. ഒരു മൈനർ എക്സ്പെൻഡിച്ചർ എന്തായാലും വരും. അത് കാര്യമാക്കണ്ട. ആക്ച്വലി നിങ്ങൾക്കത് നേരാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ നേരാക്കി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ കാമാണ്, വൈസാണ്, ഒരു ഇൻഡിവിജ്വൽ നേച്ചറാണ്, ഇൻഡിപെൻഡൻറ്റും ആണ്. ഇമോഷണലി ഇവർ സ്റ്റേബിൾ ആണ്. പക്ഷെ പലപ്പോഴും കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. ലൈഫ് ജനറലി നിങ്ങൾക്ക് സ്റ്റഡി തന്നെയാണ്. അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വലിയൊരു ഡൗൺഫാളിൽ നിങ്ങൾ എപ്പോഴും പോവാറുമുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ എങ്ങനെയാണ് സാധാരണ വർക്ക് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും ഒക്ടോബറിലും എന്തായാലും ഉണ്ടാവുക. വലിയ വ്യത്യാസം എന്തായാലും ഉണ്ടാവില്ല. സ്ട്രെസ് ഉണ്ടാവും.
പക്ഷെ അത് നിങ്ങളായിട്ട് തന്നെ മാനേജ് എന്തായാലും ചെയ്യുക തന്നെ വേണം. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നല്ല സ്ട്രെസ് ഉണ്ടായപ്പോൾ നിങ്ങൾ എന്താണ് ഒരു പ്ലാൻ ചെയ്തത്, ആ പ്ലാനിൽ ഒന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇൻഡിപെൻഡൻ്റ് ആയതും കൊണ്ട് തന്നെ ഒരുപാട് റിസർച്ച് ചെയ്യണം, ഒരുപാട് ബ്രേക്ക് ചെയ്യരുത്. ഡിസ്ട്രാക്ഷൻ പരമാവധി ഒഴിവാക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കരിയർപരമായിട്ട് ഒക്ടോബറിൽ ഒരു പുതിയ പ്രമോഷൻ ഉണ്ടാവും, പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല. അതൊരു വെയിറ്റ് കൂടുന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും എന്തായാലും നിങ്ങൾക്ക് ചെയ്യുകയില്ല. ബിസിനസ് പരമായിട്ട് ഡീല് ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്, പക്ഷെ കറക്റ്റ് പ്ലാനിങ് നിങ്ങൾക്ക് പലപ്പോഴും ഇല്ലാതെ ഇപ്പോൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വല്ല ആവശ്യമുണ്ടെങ്കിൽ, പാർട്ട്ണറുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ അവരുടെ അടുത്ത് മടിക്കരുത്. കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റ് സൊല്യൂഷൻ എന്തായാലും നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാണ്. പ്രണയത്തിൽ ഇമോഷണലി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഞാൻ ശരിയാണ്, ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ സത്യസന്ധനാണ് എന്ന് നിങ്ങൾ തെളിയിക്കാൻ അവിടെ നിൽക്കരുത്. അതെന്തായാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ നിൽക്കുക, അതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാരീഡ് ലൈഫിലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതില്ലെങ്കിൽ അതും ഒക്ടോബർ മാസത്തിൽ കുറച്ച് നന്നല്ലാത്ത രീതിയിൽ തന്നെ പോവും. ഇൻകം എന്തായാലും സ്റ്റഡി ആയിരിക്കും, എക്സ്പെൻസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും എന്തായാലും കഴിയുകയും ചെയ്യും. പക്ഷെ എന്തായാലും നിങ്ങൾ വല്ലതൊക്കെ ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കൂട്ടിയിട്ട് ആ പൈസ എന്തായാലും പോവും. ഒക്ടോബർ ഒരു 20-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഉണ്ടാവാൻ സാധ്യത ഇല്ല. സേവിങ്സിൽ കുറച്ച് ശ്രദ്ധിക്കണം. ഗ്രാജുവലി എന്തായാലും ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും ഒക്ടോബറിൽ എന്തായാലും ഇല്ല. തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാർ അത്യാവശ്യം ലോയലാണ്, സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാണ്, ആനലിറ്റിക്കലായിട്ട് നന്നായിട്ട് ചിന്തിക്കുന്നവരാണ്, അതുപോലെ തന്നെ ഡിസിപ്ലിനാണ്, എല്ലാം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സക്സസ്സും ഉണ്ടാവും. പക്ഷേ ലീഡർഷിപ്പ് സ്കില്ല് കുറച്ച് കമ്മിയാണ്. ഇമോഷണലി പെട്ടെന്ന് തീരുമാനം എടുക്കണം കൊണ്ടും ചില സമയത്ത് സ്റ്റൂബൺ ആയതും കൊണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ വലിയൊരു ചലഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പേഷ്യൻസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കഴിയും. അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല. ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കുറച്ച് കുറവാണ്, അത് മോഡറേറ്റ് ആണ്. അതുകൊണ്ട് ഓവർ തിങ്കിങ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാറില്ല, അത് വേറെ വിഷയം. പക്ഷെ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. എന്തായാലും ഫൈനലി എന്തായാലും സക്സസ് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വർക്ക് ലോഡ് കുറച്ച് മോഡറേറ്റ് ആയിരിക്കും. ആദ്യം കുറച്ച് റിലാക്സ് ആണെങ്കിലും സെപ്റ്റംബർ അവസാനമായപ്പോൾ കുറച്ച് മുറുകാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. മൈനർ സ്ട്രെസ് അതൊരു കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയവർക്ക് എന്തായാലും സെപ്റ്റംബർ മാസം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവർ എന്തായാലും ഇംപേഷ്യൻ്റ് ആയിട്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പെരുമാറിയിട്ടുണ്ടാവും. ബിസിനസ്സിൽ ഡീൽസ് നെഗോസിയേഷനൊക്കെ ഗ്രാജുവലി സക്സസ് ആവാൻ സാധ്യതയുണ്ട്. കൂടുതലും സെപ്റ്റംബർ 10 മുമ്പുള്ള നെഗോസിയേഷനൊക്കെ ആയിരിക്കും കൂടുതൽ സക്സസ് ആയി ഉണ്ടാവുക. അതിന് ശേഷമുള്ളത് കാര്യമായിട്ട് വലിയ വിജയം കാണാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല. സെപ്റ്റംബറിൽ ഇമോഷണലി പ്രശ്നങ്ങൾ എന്തായാലും ലവേഴ്സിൻ്റെ ഇടയിലുണ്ടാവും. ഒരു മൈനർ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്, പറഞ്ഞാൽ തീർക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ താഴ്ന്നു കൊടുത്താൽ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതെന്തായാലും പലരും ചെയ്തിട്ടുണ്ടാവില്ല. ഈ സെപ്റ്റംബറിൽ ക്ലോസ് ചെയ്യാത്ത പല ഡീലുകളും എന്തായാലും ഒക്ടോബറിൽ ക്ലോസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് പരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. കരിയറിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഉണ്ടാവും. ട്രാവൽ വേണ്ടി വരും. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം ട്രാവൽ ചെയ്യുക, ഇല്ലെങ്കിൽ ട്രാവൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. മാരീഡ് ലൈഫിലാണെങ്കിൽ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്സ് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ പേഷ്യൻസ് കാണിക്കും, പക്ഷെ നിങ്ങളുടെ പാർട്ട്നേഴ്സ് പേഷ്യൻസ് കാണിക്കുക. നിങ്ങൾ അവരോട് ഒന്ന് താഴ്മയായിട്ട് 1-2 തവണ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതലായിട്ട് ചോദിച്ചിട്ട് സെൽഫ് റെസ്പെക്റ്റ് കളയരുത്. സിംഗിൾസ് ആണെങ്കിൽ ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ വരും, സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. ചാടിക്കയറിയിട്ട് ഓരോന്നും ഓവർ അറ്റാച്ച്മെൻറ്റ് എന്തായാലും കാണിക്കരുത്. അതെന്തായാലും കയ്യിൽ നിന്ന് പോവും. അത് നിലനിൽക്കാനും സാധ്യത വളരെ കുറവാണ്. ഒരു ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്തോളും, എന്നാലും ശ്രദ്ധിച്ചു വേണം. പറ്റിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇൻകം സ്റ്റഡി തന്നെയാണ്, എക്സ്പെൻസ് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് എന്തായാലും ഒക്ടോബറിൽ ആദ്യ കാലങ്ങളിൽ കാണും. ഒരു 20-ാം തീയതി വരെ അധികം പർച്ചേസ് ഒന്നും ചെയ്യാണ്ടിരുന്ന നിങ്ങൾക്ക് വേണിച്ച ഗുണം ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക്
ഒക്ടോബറിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. ഉണ്ടെങ്കിൽ തന്നെ സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ആ ടൈമിന് ഫുഡ് കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. റിലേഷൻഷിപ്പിൽ ഒക്ടോബറിൽ പേഷ്യൻസ് വളർത്തുക, അതുപോലെ ബിസിനസ്സിൽ സ്ട്രാറ്റജിക് പ്ലാൻ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുക, അതിനനുസരിച്ചിട്ട് മാത്രം സംസാരിക്കുക, പ്രവർത്തിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒക്ടോബർ മാസവും നന്നായിട്ട് തന്നെ പോവും. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ താല്പര്യം ഉള്ളവരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഗതികേടും കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരാളുടെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ നിൽക്കുന്നുണ്ടാവുക. ഉടനടിയെ തന്നെ നിങ്ങൾ ആ വർക്കിൻ്റെ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് എന്തായാലും ഉണ്ടാവും. ഇമോഷണലി എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേബിൾ ഉണ്ടാവും. സക്സസ് എന്തായാലും ലൈഫിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ പ്ലാനിങ് പോലെ ഇരിക്കും. കാരണം നിങ്ങളുടെ ലൈഫ് എന്തായാലും ഡൈനാമിക് ആയിട്ട് ടൈപ്പിലാണ് നിങ്ങൾക്ക് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ലോഡ് മോഡറേറ്റ്ലി കുറച്ച് ഹൈ തന്നെ ആയിരിക്കും. എന്തായാലും കാര്യമാക്കണ്ട. ഇനിയും വർക്ക് ലോഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. പ്രോജക്റ്റ് റിലേറ്റഡ് മൈനസ് സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ അതെന്തായാലും വലിയ രീതിയിൽ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഗ്രാജുവലി നിങ്ങൾക്ക് എന്തായാലും ഒരു സക്സസ് സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുണ്ടാവും ബിസിനസ് പരമായിട്ട്. അതും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു കുഴപ്പമൊക്കെ എന്തായാലും ഉണ്ടാവുകയില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ഇതെല്ലാം പ്രൊമോഷൻസ് എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റണം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഒക്ടോബറിൽ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ റിലേറ്റഡിൽ മറ്റുള്ളവർ നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെ അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. ഗ്രാജുവലി വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല. പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളിലൊക്കെ ഒന്ന് ആലോചിക്കും, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അതൊക്കെ എന്തായാലും സക്സസ് ആവുക തന്നെ ചെയ്യും. എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങളെക്കാട്ടിലും വിവരമുള്ള ഒരാളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കുന്നത്, അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ലവേഴ്സിനിടയിൽ സെപ്റ്റംബറിൽ ഓക്കെ ആണെങ്കിൽ ഒക്ടോബറിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വേണമെച്ചാൽ നിങ്ങൾക്കൊരു ചെറിയൊരു ടോക്സിസിറ്റി കാണിക്കുന്നത് നല്ലതായിരിക്കും. അവർ വേണമെച്ചാൽ ആ ടോക്സിസിറ്റി കാരണം കുറച്ച് മാറി നിൽക്കുകയായിരിക്കും. പക്ഷെ അതൊരു കാന്തം പോലെ തിരിച്ച് ഒട്ടി വരുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വേണം വെച്ചിട്ട് ചൂടാവുന്നതും കുറച്ച് നല്ലതായിരിക്കും. അതായത് കുറച്ച് പൊസസീവ്നെസ് കാണിക്കുക. ഓൾറെഡി നിങ്ങൾക്ക് പൊസസീവ്നെസ് കൂടുതലാണ് എന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ കാര്യത്തിന് എന്തായാലും മുതിരാൻ പാടില്ല. മാരീഡ് ലൈഫിൽ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇമ്പ്രൂവ് ആവും, അതൊന്നും പ്രശ്നമില്ല. ഓപ്പൺ ടോക്ക് എത്ര രാത്രി ആയാലും എത്ര വൈകിയാലും നിങ്ങളത് കാര്യമാക്കണ്ട. നിങ്ങൾ അതെന്തായാലും മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. നല്ല ഓപ്പൺ ടോക്ക് ചെയ്യുക. അതെന്തായാലും ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും. കൂടുതൽ ടൈമും നിങ്ങളുടെ ക്വാളിറ്റി ടൈം എന്തായാലും പാർട്ട്ണറായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നല്ലൊരു പ്രോബ്ലം ഉണ്ടാവും. കാരണം വർക്ക് ലോഡ് കൂടിയ നിങ്ങളുടെ ആരോഗ്യത്തിനാണ് പ്രശ്നം ഉണ്ടാവുക. ഓൾറെഡി നിങ്ങൾ ആരോഗ്യം അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും സ്റ്റേബിൾ തന്നെയായിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പുതിയ ഇൻകം നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുന്നേ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ ഒക്ടോബറിൽ എന്തായാലും നല്ലതേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ട് ഉയരുകയും ചെയ്യും, പേഴ്സണലി വരും. ഒക്ടോബറിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. പാസ്റ്റിൽ ആരെങ്കിലും വിളിക്കാൻ നിന്നാൽ അതിലൊരു പുതിയ കണക്ഷൻ ഉണ്ടാക്കാൻ പാസ്റ്റിലെ ലവർ ആരെങ്കിലും വിളിക്കാൻ നിന്നാൽ അത് എടുക്കാൻ നിൽക്കരുത്, വലിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. ഒക്ടോബർ മാസത്തിൽ ഹെൽത്ത് പരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല, നല്ല ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ്. പക്ഷേ സ്ലീപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഉറക്കത്തിന് സമയം കണ്ടെത്തുക. 8 മണിക്കൂറോ 9 മണിക്കൂറോ എപ്പോഴും തികച്ചു ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. ചതയം നക്ഷത്രക്കാർ പൊതുവെ ആനലറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യും, ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സാണ്. ആരുടെ മുന്നിൽ അങ്ങനെ താഴ്ന്നു കൊടുക്കാൻ വലിയ താല്പര്യമില്ല. ലീഡർഷിപ്പ് സ്കില്ലും ഉണ്ട്. പോരാത്തതിന് നിങ്ങളെ കൂടെ ഉള്ളവർ ചതിക്കാൻ നല്ല സാധ്യത കൂടുതലാണ്. നിങ്ങൾ മറ്റുള്ളവരെയും വേണിച്ച് ചതിക്കും. നിങ്ങൾ സ്വയം ചതഞ്ഞരയാനും സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഈ ചതയ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. ചതയ നക്ഷത്രക്കാർക്ക് പൊതുവെ അപ്സ് ആൻഡ് ഡൗൺസ് നല്ല ഇതുണ്ടെങ്കിലും ഒരു ഏജ് ഓഫ് 40 ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാവും, നല്ല പൈസയും നിങ്ങൾക്ക് ഉണ്ടാവും. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്തായാലും
ഒരു മോഡറേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്കിൻ്റെ കാര്യമൊക്കെ പോയിട്ടുണ്ടാവുക. ഒരു മിതമായ രീതിയിൽ വലിയ കയറ്റിറക്കങ്ങളൊന്നും എന്തായാലും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ചെറിയ സ്ട്രെസ്സൊക്കെ എന്തായാലും ഉണ്ടാവും. അതൊരു പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ പോയതും കൊണ്ട് അതെന്തായാലും ഓവർകം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെയായിരിക്കും ഈ ഒക്ടോബർ മാസത്തിലും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുക. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സ്ട്രാറ്റജിക് പ്ലാൻ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റും. അവരെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്താനും നിങ്ങൾക്ക് നന്നായിട്ട് കഴിയുകയും ചെയ്യും. പക്ഷെ കൂടെയുള്ളവരെ അധികം വിശ്വസിക്കരുത്. പക്ഷെ കൂടെ കൂട്ടിയ പോലെ വിശ്വസിച്ച പോലെ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അവരെ കൂടെ കൂട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും അവരുടെ മനസ്സിൽ ഇപ്പം മനസ്സിലാവും. അവരുടെ വീക്ക്നെസ് എന്താ മനസ്സിലാക്കിയിട്ട് ആ വീക്ക്നെസ് ആദ്യം അവരെ നിർവഹിപ്പിച്ചിട്ട് അവരുടെ മനസ്സിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് റേറ്റ് കുറെ കൂടെ ഒക്ടോബറിൽ കൂട്ടാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ട്, അത് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം കൊണ്ട് ഈ സെപ്റ്റംബറിലെ പോലെ തന്നെ ഒക്ടോബറിലും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം എന്തായാലും കാണുന്നില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിൽ ഓപ്പൺ ടോക്ക് ചെയ്താൽ നിങ്ങൾക്കത് തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ രണ്ടുപേരുടെ ഈഗോ ഭയങ്കരമായിട്ട് അവിടെ വർക്കൗട്ട് ആവും. അതും കൊണ്ടും ആ ഓപ്പൺ ടോക്ക് പരമാവധി ഉണ്ടാവില്ല. രണ്ടുപേരും സംസാരിച്ച് തീരാവുന്നേ ഉള്ളൂ. പരമാവധി സത്യസന്ധനായിട്ട് ഇരിക്കാവുന്നതാണ്. ഒപ്പം തന്നെ കുറച്ച് മിസ്റ്ററി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ആധിപത്യം അവരുടെ പാർട്ട്ണറിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും. ഇൻകം എന്തായാലും സ്റ്റഡി ആയിരിക്കും. എക്സ്പെൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സേവിങ്സ് വന്ന ഒക്ടോബർ 20 വരെ നിങ്ങളത് ഒന്നും പർച്ചേസ് ചെയ്യാണ്ടേയും അധികം ലക്ഷറി ഐറ്റംസ് വാങ്ങിയിട്ട് എക്സ്പെൻസ് നടത്താണ്ടിരുന്നാൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും പൈസ ഉണ്ടാവും. അതിലൊരു 65% നിങ്ങൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു മെഡിക്കൽ എക്സ്പെൻസ് എന്തായാലും കൂടുതലും വരാൻ സാധ്യതയുണ്ട്. അതെന്തായാലും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും ആദ്യത്തെ തന്നെ ഈ എക്സ്പെൻസ് നിങ്ങൾ ചിലവാക്കരുതെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഡെപ്ത് വല്ലതും ഉണ്ടെങ്കിൽ അതെന്തായാലും ആദ്യം തന്നെ കൊടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ച് മനസമാധാനം എന്തായാലും ഒക്ടോബർ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഹെൽത്ത് പരമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ഒരു 8.5 hours ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം എന്തായാലും ഒക്ടോബറിൽ ഉണ്ടാവും. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ കാമാണ്, വൈസാണ്, ഒരു ഇൻഡിവിജ്വൽ നേച്ചറാണ്, ഇൻഡിപെൻഡൻറ്റും ആണ്. ഇമോഷണലി ഇവർ സ്റ്റേബിൾ ആണ്. പക്ഷെ പലപ്പോഴും കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. ലൈഫ് ജനറലി നിങ്ങൾക്ക് സ്റ്റഡി തന്നെയാണ്. അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വലിയൊരു ഡൗൺഫാളിൽ നിങ്ങൾ എപ്പോഴും പോവാറുമുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ എങ്ങനെയാണ് സാധാരണ വർക്ക് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഒക്ടോബറിലും എന്തായാലും ഉണ്ടാവുക. വലിയ വ്യത്യാസം എന്തായാലും ഉണ്ടാവില്ല. സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ അത് നിങ്ങളായിട്ട് തന്നെ മാനേജ് എന്തായാലും ചെയ്യുക തന്നെ വേണം. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നല്ല സ്ട്രെസ് ഉണ്ടായപ്പോൾ നിങ്ങൾ എന്താണ് ഒരു പ്ലാൻ ചെയ്തത്, ആ പ്ലാനിൽ ഒന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇൻഡിപെൻഡൻ്റ് ആയതും കൊണ്ട് തന്നെ ഒരുപാട് റിസർച്ച് ചെയ്യണം, ഒരുപാട് ബ്രേക്ക് ചെയ്യരുത്. ഡിസ്ട്രാക്ഷൻ പരമാവധി ഒഴിവാക്കിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കരിയർപരമായിട്ട് ഒക്ടോബറിൽ ഒരു പുതിയ പ്രമോഷൻ ഉണ്ടാവും. പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല. അതൊരു വെയിറ്റ് കൂടുന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും എന്തായാലും നിങ്ങൾക്ക് ചെയ്യുകയില്ല. ബിസിനസ് പരമായിട്ട് ഡീല് ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ കറക്റ്റ് പ്ലാനിങ് നിങ്ങൾക്ക് പലപ്പോഴും ഇല്ലാതെ ഇപ്പോൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വല്ല ആവശ്യമുണ്ടെങ്കിൽ, പാർട്ട്ണറുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ അവരുടെ അടുത്ത് മടിക്കരുത്. കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റ് സൊല്യൂഷൻ എന്തായാലും നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാണ്. പ്രണയത്തിൽ ഇമോഷണലി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഞാൻ ശരിയാണ്, ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ സത്യസന്ധനാണ് എന്ന് നിങ്ങൾ തെളിയിക്കാൻ അവിടെ നിൽക്കരുത്. അതെന്തായാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ നിൽക്കുക, അതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാരീഡ് ലൈഫിലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതില്ലെങ്കിൽ അതും ഒക്ടോബർ മാസത്തിൽ കുറച്ച് നന്നല്ലാത്ത രീതിയിൽ തന്നെ പോവും. ഇൻകം എന്തായാലും സ്റ്റഡി ആയിരിക്കും. എക്സ്പെൻസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും എന്തായാലും കഴിയുകയും ചെയ്യും. പക്ഷെ എന്തായാലും നിങ്ങൾ വല്ലതൊക്കെ ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കൂട്ടിയിട്ട് ആ പൈസ എന്തായാലും പോവും. ഒക്ടോബർ ഒരു 20 ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഉണ്ടാവാൻ സാധ്യത
ഇല്ല. സേവിങ്സിൽ കുറച്ച് ശ്രദ്ധിക്കണം. ഗ്രാജുവലി എന്തായാലും ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും ഒക്ടോബറിൽ എന്തായാലും ഇല്ല. രേവതി നക്ഷത്രക്കാർ കുറച്ച് ഇൻഡിപെൻഡന്റ് ആണ്, ആർട്ടിസ്റ്റിക് നേച്ചറാണ്, നല്ല ക്രിയേറ്റീവ് ആണ്, എല്ലാം ആണ്. പക്ഷെ കൂടെ മണ്ടത്തരങ്ങൾ കാണിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, പക്ഷെ പലരെയും നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യണം കൊണ്ട് നിങ്ങളുടെ ഹെഡിൻ്റെന്ന് ഒരു പഴി നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു സ്മാൾ സ്ട്രെസ്സൊക്കെ എന്തായാലും സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇമോഷണലി അടുത്ത് കിട്ടേണ്ട ആൾക്കാരെയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും ഒരു പുതിയ കാര്യത്തിലോ പ്ലാനിലൊക്കെ നിങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ അതിൽ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലായ്മ പേഴ്സണലി ഉണ്ടേനും എന്നാൽ അത് ചെയ്താൽ സക്സസ് ആവുന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നെഗോസിയേഷനൊക്കെ ഗ്രാജുവലി എന്തായാലും സക്സസ് ആവും. അതൊന്നും പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. സെപ്റ്റംബർ പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാൽ തന്നെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാവും. ഓവർ തിങ്ക് ചെയ്ത് പരമാവധി പേടിക്കാതിരിക്കുക. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ലവേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തായാലും ഒരു മൈനർ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, നിങ്ങൾ കുറച്ച് അകൽച്ച ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് വേറെയും കുറച്ച് റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്പാർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉള്ള പാർട്ട്ണറായിട്ട് ഒരു ചെറിയ അകൽച്ച എന്തായാലും നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ സെപ്റ്റംബർ അവസാനമാകുമ്പോൾ അവളെ എന്തായാലും നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പരമാവധി സത്യസന്ധനായിട്ട് ഇരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇപ്പം തന്നെ പറ്റുന്നില്ല എന്ന് പറയണ്ട, അത് മെല്ലെ കൊണ്ടുപോയി പിന്നെ പറഞ്ഞാൽ മതി. കാരണം കൂടുതലും അവർ തന്നെ ഒഴിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മാരീഡ് ലൈഫ് ആണെങ്കിൽ ട്രസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ഓപ്പൺ ടാക്ക് ചെയ്യുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഇഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. പാർട്ട്ണറായിട്ട് സോമരസം, അതായത് കള്ളൊക്കെ വീട്ടിലിരുന്ന് സേവിക്കുകയാണെങ്കിൽ ഓപ്പൺ ടാക്കിന് നല്ലൊരു ഗുണം ചെയ്യും. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കുറച്ച് ഫ്രീ മൈൻഡഡ് ആയതും കൊണ്ട് നിങ്ങൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് അതിനോട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. ഒക്ടോബർ മാസത്തിൽ ഹെൽത്ത് പരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഒറ്റ തീരുമാനത്തിൽ നിൽക്കുക, പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ മാസം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും.